ഒരിക്കൽ കൂടി മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമുക്ക് ഒരിക്കലും ഒളിച്ചു വയ്ക്കാൻ സാധിക്കാത്ത ഒന്നുണ്ട്. അത് വിവരമാണ്. വിവരത്തെ എത്ര ഒളിച്ചു വച്ചാലും അത് ചിലപ്പോൾ നോട്ടത്തിലൂടെയും സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും അത് പുറത്തു വരിക തന്നെ ചെയ്യും. വിവരമില്ലായ്മയും ഇതുപോലെയാണ്. അതും ഒളിച്ചു വയ്ക്കാൻ സാധിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തു വരിക തന്നെ ചെയ്യും. വിവരം എന്നത് നാം സമ്പാദിച്ച് എടുക്കുന്നതാണ്. സമ്പാദിച്ചെടുത്ത് അതിനെ സംസ്കരിച്ച് അതിൻ്റെ സത്തയാണ് ഈ വിവരം എന്ന് പറയുന്നത്. വിവരം ഈശ്വരൻ്റെ സ്വത്താണ്. അത് ആർജിക്കണമെങ്കിൽ നാം നിരന്തരം പ്രയത്നം ചെയ്തേ സാധിക്കുകയുള്ളൂ. ആ നിരന്തരമുള്ള പ്രവർത്തനം ജന്മജന്മാന്തരം ചെയ്തുകൊണ്ടേയിരിക്കേണ്ടതുമാണ്. ഔദൂജിയുടെ ശൂന്യമായ വാക്കുകൾ എന്ന ഗ്രന്ഥത്തിൽ നിന്നും എടുത്ത ഈ ഒരു ചിന്തയെ മനനം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ഒരു പുണ്യസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ റസൽപുരത്തിനടുത്തുള്ള എരുത്താവൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇന്ന് നമ്മൾ ഈ മീ ടു മീ മെഡിറ്റേഷൻ ചാനലിലെ ഈ ഒരു സത്സംഗത്തിനായിട്ട് ഇവിടെ എത്താനുള്ള ഒരു പ്രധാന കാരണം ഈ സ്ഥലത്തെ ഒരു പുണ്യം തന്നെയാണ്. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ഒരു പുണ്യസ്ഥലം മഹാകാളിക ധർമ്മസ്ഥല എന്നറിയപ്പെടുന്ന ഒരു പുണ്യക്ഷേത്രത്തിനുള്ളിലാണ്. ഈ ക്ഷേത്രത്തിൻ്റെ മഠാധിപതിയും എല്ലാമായിട്ടുള്ള ആചാര്യശ്രീ ആനന്ദ് നായർജിയാണ് നമ്മളോട് സത്സംഗത്തിനായിട്ട് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് അദ്ദേഹത്തോട് ഈ ക്ഷേത്രത്തെക്കുറിച്ചും ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും എന്താണ് ഇങ്ങനെ ഒരു ധർമ്മസ്ഥല സ്ഥാപിക്കാനുണ്ടായ സാഹചര്യം, ഇതെല്ലാം നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. നമുക്ക് അദ്ദേഹത്തെ നമ്മുടെ സത്സംഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. നമസ്തേ. നമസ്തേ ജി, അങ്ങയുടെ ബാല്യകാലത്തെക്കുറിച്ചും ഈ ഒരു ആധ്യാത്മിക മേഖലയിലേക്ക് കടന്നു വരാൻ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാവണം. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. തീർച്ചയായും. എൻ്റെ ബാല്യം എന്ന് പറയുമ്പോൾ എൻ്റെ കുടുംബത്തിൽ ഒത്തിരി ആധ്യാത്മിക ആചാര്യന്മാരുണ്ടായിരുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ ഞങ്ങൾ പണ്ട് ഞങ്ങളുടെ കുടുംബ തെക്കതുകളിൽ അതിഗംഭീരരായ അച്ഛൻ്റെ അപ്പൂപ്പനൊക്കെ അതിഗംഭീരമായിട്ട് മാന്ത്രിക കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തൊക്കെ ഇന്നുമുണ്ട്. അപ്പോൾ നിലവിൽ അതിൽ ജീവസമാധി വരെയുണ്ട്. അച്ഛൻ്റെ അപ്പൂപ്പൻ അച്ഛൻ്റെ അച്ഛൻ, അതായത് അച്ഛൻ ജീവസമാധിയാണ്. അവിടെ നിന്ന് കിട്ടിയ ഏതോ ഒരു ആധ്യാത്മികമായ ചിന്തയാണ് എന്നിലേക്ക് എത്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഏറ്റവും അധികം ഒരു കടപ്പാടും ബഹുമാനവും എല്ലാം കൺകണ്ട ദൈവമായ അച്ഛനെയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നാണ് നമുക്ക് ഇത്തരത്തിലൊരു ദൈവികമായ അംശം കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഈ പഠനകാലത്തൊക്കെ ഇത് പിന്തുടർന്നു? തീർച്ചയായിട്ടും. ഞാൻ കുഞ്ഞുനാളിൽ ആദ്യമേ തന്നെ പറയാം, എൻ്റെ കുടുംബത്തിലെ മൂത്ത പുത്രനാണ് ഞാൻ. ആ സമയം ഞാൻ വീട്ടിൽ സന്യസിക്കണം എന്നൊരാഗ്രഹം ഞാൻ കുഞ്ഞിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുടുംബത്തിൽ തന്നെ ഒരു മൂത്ത സന്തതി എന്ന നിലയിൽ ഒരിക്കലും വീട്ടുകാരതിന് സമ്മതിക്കില്ല. പക്ഷേ ആ ഒരു ബാല്യം ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് സ്ഥാനം എപ്പോഴും കൊടുത്തിരുന്നത് ദൈവങ്ങൾക്കാണ്. പ്രാർത്ഥനകൾ, ആ ഒരു ദൈവികമായ ശക്തികളെ കൈ കൊണ്ട് കുമ്പിട്ട് പൂജിക്കുന്ന രീതി, അമ്പലങ്ങളിലേക്കുള്ള യാത്രകൾ, ഇതൊക്കെ എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ ദൈവികമായ ഒരു ചുറ്റുപാടിലൂടെ തന്നെയാണ് നമ്മുടെ ബാല്യം. ഇല്ലായ്മയുടെ കാലഘട്ടമായിരുന്നുവെങ്കിലും ദൈവങ്ങളോടുള്ള ഒരു വിശ്വാസവും അവരോടുള്ള ബഹുമാനവും ഭക്തിയാണ് ശക്തി എന്ന ഒരു തത്വം എൻ്റെ ബാല്യത്തെ എന്നെ സ്വാധീനിച്ചിരുന്നു.
ബാല്യ വിദ്യാഭ്യാസത്തിനു ശേഷം മറ്റൊരു മഹത്തായ കാര്യം ആധ്യാത്മിക ചിന്തകളിലൂടെ നടന്നു പോയെങ്കിലും വിദ്യാഭ്യാസത്തിന് ശേഷം നമ്മുടെ കുടുംബത്തിൻ്റെ മുൻപോട്ടുള്ള യാത്രകൾക്കെല്ലാം കുടുംബത്തിലെ മൂത്ത പുത്രൻ എന്ന നിലയിൽ എനിക്ക് രാജ്യസേവനത്തിനും ഒരവസരം കിട്ടിയിരുന്നു. ഞാൻ ആ രാജ്യസേവനം നടത്തുന്ന സമയത്ത് പോലും ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള സന്യാസിവര്യന്മാർ, വിവിധ ആചാര്യന്മാർ, വിവിധ മഹാക്ഷേത്രങ്ങളിലെ പുരോഹിതന്മാർ, ഇവരെയൊക്കെ കാണാനും അടുത്ത് ഇടപഴകാനുമുള്ള ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുണ്ട്. നിലവിൽ ഞാൻ കൃഷ്ണാനന്ദ കാളിദാസ് സ്വാമിജി, അദ്ദേഹമാണ് എനിക്ക് കാളി ദീക്ഷയുടെ എൻ്റെ ഗുരു. പൂജനീയ 1008 പരമാചാര്യ കൃഷ്ണാനന്ദ കാളിദാസ് സ്വാമിജി, അദ്ദേഹമാണ് എനിക്ക് ദേവിയെക്കുറിച്ചുള്ള ദേവിയുടെ ദീക്ഷാ സമ്പ്രദായമൊക്കെ എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ സ്വാമിജിയാണ് ഈ മഹാകാളിക ധർമ്മസ്ഥലയിലും വന്ന് ആദ്യം മിടിതുറക്കൽ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചത്. അപ്പോൾ ഞാൻ ദീക്ഷയും നേടിയിട്ടുണ്ട്. പക്ഷേ കർമ്മമാണ് ധർമ്മം എന്നെ ഗുരുനാഥൻ പഠിപ്പിച്ചത് കൊണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഗൃഹസ്ഥിയാണ്. അപ്പോൾ എൻ്റെ കർമ്മപദം എപ്പോഴും ഗൃഹസ്ഥാശ്രമത്തിലൂടെ മാത്രമേ സന്യാസത്തിലേക്ക് എത്താൻ പറ്റൂ എന്നാണ് ഗുരു പറയുന്നത്. അത് എത്രത്തോളം അതിൻ്റെ ഒരു വ്യാപ്തി അത് എനിക്കിന്നും അറിയില്ല. പക്ഷേ അദ്ദേഹം എന്നോട് എപ്പോഴും പറയാറുണ്ട്, സാക്ഷാൽ പരമേശ്വരനേക്കാൾ മറ്റൊരു സന്യാസിയില്ല. അദ്ദേഹവും ശിവനും ശക്തിയുമില്ലാതെ ലോകമില്ല. അപ്പോൾ ആദ്യം നമ്മളെ വിശ്വസിച്ച് നമ്മളോടൊപ്പം ജീവിക്കുന്നവരെ ഒരു മുൻപോട്ടുള്ള യാത്രകൾ അവർക്ക് വഴികാട്ടിയായതിനു ശേഷം ആധ്യാത്മികമായിട്ട് സന്യാസം സ്വീകരിക്കണം. അതുവരെ ഈ ആധ്യാത്മിക യാത്രകളിലൂടെ സഞ്ചരിക്കുക, കൂടുതൽ അറിവ് നേടുക, ഇതൊക്കെ ഗുരുനാഥൻ പറഞ്ഞു തന്ന ആചാരങ്ങളാണ്. അപ്പോൾ അത് ഞാൻ അക്ഷരം പ്രതി അദ്ദേഹത്തിൻ്റെ രീതികളെ അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങ് രാജ്യസേവനത്തിനായിട്ട് സൈന്യത്തിൽ കുറച്ച് നാളുണ്ടായിരുന്നു പറഞ്ഞല്ലോ. അതെ. അപ്പം ആ ഒരു സൈന്യത്തിൻ്റെ ആ ഒരു കർക്കശമായിട്ടുള്ള ചിട്ടയും ആ ഒരു ജീവിതശൈലിയും ഇതെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പം എങ്ങനെയാണ് ഈ ഒരു ഭക്തി ഈ ഒരു മാർഗത്തിലേക്ക് അതെല്ലാം കൂടെ ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുന്നു? ഇതിലൊരു പരമമായ സത്യം ഒരു പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ എപ്പോഴും ചുരുക്കി പറഞ്ഞാൽ ഒരു ശബ്ദത്തിൽ ഒത്തിരി പേര് ഒരുമിച്ച് കൂടുന്ന ഒരു സിസ്റ്റമാണ് സൈന്യത്തിനുള്ളത്. അപ്പോൾ നമ്മളെ ഏൽപ്പിക്കുന്ന എന്ത് ജോലിയായാലും അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി അത് വളരെ വലുതാണ്. ആ വലിയൊരു റെസ്പോൺസിബിലിറ്റിയെ നമ്മളെ പൂർണ്ണമായിട്ടും നമ്മളെ ഏൽപ്പിക്കുന്ന ജോലി ചെയ്യാൻ അത് പൂർണ്ണതയിലെത്തിക്കാൻ ഈശ്വര കടാക്ഷത്തിലൂടെ മാത്രമേ കഴിയൂ എന്നൊരു വിശ്വാസം എന്നെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. ഒരു പക്ഷേ രാവിലെ വെളുപ്പിന് ഒരു 3 മണിക്കൊക്കെ നമുക്ക് പലപ്പോഴും നമ്മുടെ ജോലിയുടെ ഡ്യൂട്ടിക്കായി പോവേണ്ടി വന്നാൽ പോലും ഒരു 1.5 or 2 മണിക്ക് ഉറക്കം എണീറ്റ് എൻ്റെ ബാല്യത്തിൽ എൻ്റെ അച്ഛൻ പഠിപ്പിച്ച് പറഞ്ഞു തന്ന മന്ത്രങ്ങൾ എൻ്റെ റൂമിനുള്ളിൽ ഞാൻ വച്ച് പൂജിച്ചിരുന്ന ദൈവങ്ങൾക്ക് മുൻപിൽ പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ ഡ്യൂട്ടി ഒരു ദിവസം ആരംഭിക്കുന്നത്. ആധ്യാത്മികമായ എൻ്റെ ചിന്താമണ്ഡലത്തിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ ഞാൻ തുറന്നു പറയാം, എൻ്റെ ജീവിതത്തിൽ ആ ഒരു ആർമി സേവനത്തിൽ എനിക്കൊരിക്കൽ പോലും ഒരു ചെറിയ ടെൻഷൻ പോലും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അതിൻ്റെ പൂർണ്ണമായ കാരണം ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ധർമ്മദേവതകൾ തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഓരോ കാലഘട്ടത്തിലും ഞാൻ നമ്മുടെ ആ ആർമിയിൽ നിന്ന് നാട്ടിലേക്ക് ലീവ് വരുമ്പോൾ എൻ്റെ ഈ ബാക്കിയുള്ളവരെല്ലാവരും വന്ന് വളരെയധികം സന്തോഷത്തോടു കൂടി വളരെ ഒരു നാട്ടിൽ വന്ന് നന്നായി ആഘോഷിച്ച് മടങ്ങുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ നാട്ടിലേക്ക് വരുന്ന എൻ്റെ അവധിക്കാലം ഇവിടുത്തെ ക്ഷേത്ര ദർശനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പരമമായിട്ടുള്ളൊരു സത്യം. ഞാൻ മുടങ്ങാതെ ഇപ്പോഴും ക്ഷേത്ര ദർശനങ്ങൾ ധർമ്മസ്ഥലയിലാണെങ്കിൽ പോലും ഞാൻ ക്ഷേത്ര ദർശനങ്ങൾ നടത്താറുണ്ട്. പിന്നെ എൻ്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെയൊക്കെയാണോ നോർത്ത് ഇന്ത്യയിൽ ഏതൊക്കെ ഭാഗത്താണോ ഇരുന്നത് അവിടുത്തെ എല്ലാ മഠങ്ങളിലെയും ആ മഠാധിപതികളെ സന്ദർശിക്കാനും ആ ഗുരുനാഥന്മാരുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാനും എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഞാനൊരു പക്ഷേ എനിക്കിത് സാധിച്ചത്, എൻ്റെ മനസ്സിൽ തോന്നുന്ന ഏറ്റവും വലിയൊരു കാര്യം, ഇതൊക്കെ സാധിച്ചത് എൻ്റെ രാജ്യസേവനത്തിൽ
ത്തിന് ഞാൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ജി, നമ്മൾ ഈ ധർമ്മസ്ഥലയിലേക്ക് കയറി വരുമ്പോഴത്തേക്ക് സാധാരണ ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന സങ്കല്പ രീതികളൊന്നുമല്ല ഇവിടെ കാണാൻ സാധിച്ചത്. തീർച്ചയായും. എന്താണ് ഇത് വ്യത്യസ്തമാക്കുന്നത് ഇതിനെ? ഞാൻ എൻ്റെ ആർമി ജീവിതം അവസാനിപ്പിച്ചിട്ട് ഏകദേശം 19 വർഷമായി. ഈ 19 വർഷത്തിന് മുൻപ് ഞാൻ എൻ്റെ ആർമി ജീവിതം അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് മടങ്ങി വരുമ്പോൾ മുൻപോട്ടുള്ള യാത്ര എങ്ങനെയായിരിക്കണം എന്ന് സത്യത്തിൽ എനിക്ക് യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ ആ ആർമി ജീവിതം അവസാനിപ്പിക്കുന്ന അന്നേ ദിവസം ഞാൻ കൃഷ്ണാനന്ദ കാളിദാസ് സ്വാമിജിയെ കണ്ടപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, ഇവിടെ നിന്ന് നിൻ്റെ നിയോഗം ആരംഭിക്കുന്നു. ഇതുവരെ നീ ചെയ്ത കർമ്മങ്ങൾ അത് രാജ്യത്തിന് ഉറപ്പായിട്ടും പലരും പറയാറുണ്ട് ഞാൻ രാജ്യസേവനം ചെയ്തു എന്ന്. പക്ഷേ നമ്മളൊക്കെ രാജ്യസേവനം ചെയ്യുന്നത് തീർച്ചയായിട്ടും അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വരുമാനം നമ്മളെ കുടുംബത്തെ ഭദ്രമാക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ ഞാൻ ആ ഒരു രാജ്യസേവനം അവസാനിപ്പിച്ച് മടങ്ങുന്ന സമയത്ത് സ്വാമിജി എന്നോട് പറഞ്ഞു, നിൻ്റെ ജീവിതത്തിൽ ഇനി നിൻ്റെ നിയോഗം ആരംഭമാണ് എന്ന്. എന്ത് എന്നുള്ളത് അദ്ദേഹം എന്നോട് പറയുന്നില്ല. ഞാൻ അവിടെ നിന്ന് നാട്ടിലേക്ക് വന്നു. എന്നെ ഒരുപാട് എൻ്റെ ഏകദേശം ഒരു 38 വർഷം കൊണ്ട് എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു മഹാക്ഷേത്രമാണ് ആഴിമല മഹാദേവ ക്ഷേത്രം. ഏകദേശം 38 വർഷം ഞാൻ അവിടുത്തെ ഭഗവാനെ ലീവ് വരുമ്പോൾ പോലും നട തുറക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ആഴിമല മഹാദേവൻ്റെ മുൻപിൽ ഞാൻ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഞാൻ അവിടെ പോയി നിൽക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഈ നാട്ടിലേക്ക് മടങ്ങി വരുന്നതിന് മുൻപ് തന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്നും ഞാൻ ജ്യോതിഷപരമായ വിഷയങ്ങളിൽ കുറച്ച് പ്രാവീണ്യം നേടി. പക്ഷെ നമ്മുടെ ഇവിടുത്തെ കവടി ശാസ്ത്രമോ മറ്റൊന്നുമല്ല. പക്ഷേ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയണം എന്നുള്ള ഒരു വ്യക്തിത്വം വന്ന് നമ്മുടെ മുൻപിലിരിക്കുമ്പോൾ അയാളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗതി എന്തായിരിക്കണമെന്ന് അയാളോട് നമ്മൾ പറയുകയും വേണം. പക്ഷേ അയാളെ മാനസികമായി ഒരു വിഭ്രാന്തിയിലേക്ക് എത്തിക്കാതിരിക്കാൻ ശ്രമിക്കുകയും വേണം. ആ ഒരു ചിന്തയാണ് എന്നെ ജ്യോതിഷ വിഷയത്തെക്കുറിച്ച് അറിവ് നേടാൻ പ്രേരിപ്പിച്ചത്. ഞാൻ അറിവ് നേടി തിരിച്ചെത്തിയതിന് ശേഷം വളരെ അടുത്ത ബന്ധമാണ് എനിക്ക് ആഴിമല മേൽശാന്തി ശ്രീ ജ്യോതിഷ് കുമാറുമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പല കാര്യങ്ങളും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇരുന്ന ഒരു ദിവസം എൻ്റെ മനസ്സിൽ പുരാതന സന്യാസി വര്യന്മാർ, ഈ നവയുഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴും പുരാതന കാലത്ത് സന്യാസി വര്യന്മാർ യാഗയജ്ഞങ്ങൾ നടത്തിയിരുന്നു. സനാതനധർമ്മത്തിൽ യാഗത്തിനപ്പുറം മറ്റൊന്നില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ നാട്ടിലേക്ക് വന്ന് എൻ്റെ മനസ്സിൽ നമ്മൾ നേടിയ ഒരുപാട് ആൾക്കാരുടെ പ്രശ്നങ്ങൾ നമ്മളോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പേരിങ്ങനെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ പ്രശ്നത്തിന് എന്താണ് ഒരു പരിഹാരം എന്നെൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു. അപ്പോൾ അവർ പറയും, ഞങ്ങൾ ഇന്നിടത്ത് പോയി പരിഹാരം ചെയ്തു, ഇന്ന കാര്യങ്ങൾ ചെയ്തു, പക്ഷെ അതൊന്നും ശരിയായിട്ടില്ല. ഇത്തരത്തിൽ ഒത്തിരി പേരുടെ മറുപടി ഞാൻ കേട്ടു. ഇപ്പം എൻ്റെ മനസ്സിൽ യാഗം എന്നൊരു സങ്കല്പത്തിലേക്ക്, നമുക്ക് യാഗം ചെയ്താൽ അത് പരിഹാരം എത്രത്തോളം ഉണ്ടാവും എന്നെൻ്റെ മനസ്സിലും ഒരു തോന്നൽ. ഇപ്പം ഞാൻ ഗുരുനാഥനെ ഫോൺ ചെയ്ത് അദ്ദേഹത്തിനോട് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിക്കണമെന്ന് കരുതി ഫോൺ ചെയ്ത സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ നവരാത്രി വ്രതത്തിലാണ്, നിൻ്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് നീ അത് ചെയ്തു തുടങ്ങുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മറുപടിയും ഞാൻ ഉദ്ദേശിച്ചൊരു മറുപടി ആയിരുന്നില്ലെങ്കിലും പക്ഷെ അതിലെന്തോ ഒരു മഹത്തായ സത്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആഴിമല ഭഗവാന്റെ മുൻപിൽ പോയി പ്രാർത്ഥിച്ച് ഭഗവാനോട് എൻ്റെ ഈ എന്തോ ഒരു അഗ്നികർമ്മം ഞാൻ ചെയ്യണമെന്ന് തീരുമാനിച്ച് ഇരുന്ന ആ സമയത്താണ് ഞാൻ സംപൂജ്യനായ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതിയെ പരിചയപ്പെടുന്നത്. പ്രഭാകരാനന്ദ സരസ്വതി സ്വാമിയോട് ഞാൻ കേരളത്തിൽ അദ്ദേഹത്തെ പരിചയപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് എന്നോട് പലരും പറഞ്ഞു, ഒരുപാട് യാഗങ്ങൾ ചെയ്തിട്ടുള്ളൊരു സന്യാസി വര്യനാണ്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ആ ഒരു അഗ്നികർമ്മങ്ങൾ ഞാൻ അദ്ദേഹത്തോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. ഇപ്പോൾ സ്വാമിജി എന്നോട്
പറഞ്ഞ മറുപടികളെല്ലാം യാഗങ്ങൾക്ക് അത്രയും ശക്തിയുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലുമുള്ളത്, എൻ്റെ പൂർവികരൊക്കെ ഒത്തിരി കർമ്മങ്ങൾ, അച്ഛൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ മഹത്തായ മാന്ത്രിക കർമ്മങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു, എൻ്റെ ഉള്ളിൽ ആരോ ഒരു ജ്വലിപ്പിച്ച ഏതോ ഒരു ശക്തി എപ്പോഴും എന്നെ സ്വാധീനിച്ചിരുന്നു എന്നുള്ള ഒരു വലിയ സത്യമാണ്. ഞാൻ സ്വാമിജിയോട് ചോദിച്ചു, സ്വാമിജി നമുക്ക് ഒരു അഗ്നികർമ്മം ചെയ്താലോ? അപ്പോൾ ഇതിന് എൻ്റെ കയ്യിൽ ഒരു പ്രത്യേകമായ ഒരു സ്ഥലവുമില്ല തിരുവനന്തപുരത്ത്. എനിക്ക് തിരുവനന്തപുരത്ത് ഒരു അമ്പല കമ്മിറ്റി ആൾക്കാരുമായിട്ട് ബന്ധമില്ല. പിന്നെ മറ്റ് ആശ്രമങ്ങൾ, വാഴൂർ തീർത്ഥപാദാശ്രമത്തിലെ സ്വാമിജിയോട് ബന്ധമുണ്ട്. ഇപ്പോൾ മറ്റ് ആശ്രമങ്ങളിലൊന്നും പോയി ചോദിക്കാനുള്ളൊരു ധൈര്യം എനിക്കില്ല. അപ്പം ഞാനൊരു യാഗം ഇങ്ങനെ മനസ്സിൽ, എനിക്കൊരു യാഗത്തിൻ്റെ ശക്തി എന്താണെന്ന് അറിയണം. എൻ്റെ മുൻപിൽ നിരവധി പ്രശ്നങ്ങളായിട്ട് വരുന്നവർക്ക് ഞാൻ പറഞ്ഞു, ഞാനൊരു യാഗം ഇങ്ങനെ ചെയ്യാൻ തയ്യാറുണ്ട്. അപ്പോൾ സത്യത്തിൽ അതിൽ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട് പ്രഭാകരാനന്ദ സ്വാമി, അത് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നമുക്കത് ചെയ്യാം ജി എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരാളിൽ നിന്നും ഒരു രൂപ പോലും സ്വീകരിക്കാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണോ എൻ്റെ സമ്പാദ്യം അതിൽ നിന്നെടുത്ത്, ഒരു പ്രത്യേക സ്ഥലം നമുക്കില്ലാത്തത് കൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് തീർത്ഥപാദ മണ്ഡപം, അവിടെ സ്വാമിയുടെ പേരാണ്, ചട്ടമ്പി സ്വാമികളുടെ പേരാണ്. അപ്പോൾ സ്വാമിജിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ആ തീർത്ഥപാദ മണ്ഡപത്തിൽ ഞാനൊരു യാഗം അങ്ങനെ ഒരു പ്ലാൻ ചെയ്തു. പ്രഭാകരാനന്ദ സ്വാമിയോട് ഞാൻ പറഞ്ഞു, സ്വാമിജി നമുക്കവിടെ ഒരു യാഗം നടത്താം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പത്മനാഭൻ്റെ തിരുമുമ്പിലല്ലേ, നമുക്കവിടെ തന്നെ ചെയ്യാം. ആ ഒന്നാമത്തെ ഞാൻ ആ യാഗം ചെയ്ത് എൻ്റെ മുൻപിലിരിക്കുന്ന നിരവധി പേരുടെ പ്രശ്നങ്ങളുടെ പരിഹാരം ആ യാഗത്തിലൂടെ, അങ്ങനെ നീണ്ട കുറേ യാത്രകൾ, കുറേ പരിഹാരങ്ങളൊക്കെ, നിരവധി യാഗങ്ങൾ സ്വാമിജിയോടൊപ്പം ചേർന്ന് ചെയ്തു. ഈ യാഗത്തിൻ്റെ ഫലം എനിക്ക് സനാതനധർമ്മത്തിൻ്റെ യാഗയജ്ഞങ്ങളെക്കുറിച്ച് വലിയ അറിവുകൾ എനിക്ക് പകർന്നു നൽകി. കേരളത്തിലും പഞ്ചാബിലും മധ്യപ്രദേശിലും ഒക്കെ നിരവധി മഹായാഗങ്ങൾക്ക് എനിക്ക് സാന്നിധ്യം അറിയിക്കാൻ സാധിച്ചു. നിരവധി യാഗങ്ങളുടെ യാഗബ്രഹ്മൻ്റെ സ്ഥാനം വഹിക്കാൻ എനിക്ക് സാധിച്ചു. പിന്നെയുള്ള യാത്രകളെല്ലാം ഏതോ അദൃശ്യ ശക്തി നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ചെറിയ കുഞ്ഞുനാളിലെ തന്നെ എൻ്റെ വീടിനടുത്തുള്ള ഇസായി ആശ്രമം, ഈ ആശ്രമത്തിൽ നിത്യമായിട്ട് ഞാൻ കുഞ്ഞുനാളിലേ അവിടെ ഞാൻ സ്വാമി പ്രഭാനന്ദ സ്വാമികൾ സ്ഥാപിച്ച ഇസായി ആശ്രമം, മൂകാംബിക ക്ഷേത്രം എന്നാണ് ഇപ്പോൾ അത് അറിയപ്പെടുന്നത്. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ ദേവിയുടെ മുമ്പിലൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് യാഗങ്ങൾ ഒത്തിരി ചെയ്തു. ഏകദേശം 69ഓളം മഹായാഗങ്ങൾ ഈ ചെറിയ ജീവിതത്തിനിടയിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അവിടെ എത്തുന്ന സമയത്ത് അവിടെ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ഒരു സന്യാസി വര്യനെന്ന് അദ്ദേഹത്തെ പറയാൻ പറ്റില്ല, എന്നാൽ ഒരു പൂജാരി എന്നും പറയാൻ പറ്റില്ല. ഇതിന് രണ്ടിലും മധ്യഭാഗത്തായിട്ട് നിൽക്കുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ കർമ്മം കൊണ്ട് അദ്ദേഹം നല്ല ഒന്നാം തരം പൂജാരിയും, അദ്ദേഹത്തിൻ്റെ ദൈവികമായ വാക്കുകൾ കൊണ്ട് അദ്ദേഹം ഒരു സന്യാസിയും. ഞാൻ അദ്ദേഹം എന്നോട് ഇങ്ങനെ ചർച്ച ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, ദൈവികമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ജി അങ്ങ് ഇത്രയും അങ്ങയുടെ കുറേ യാഗങ്ങളിൽ ഞാനും വന്നിട്ടുണ്ട്, അങ്ങേക്ക് എവിടെയെങ്കിലും ഇത്തരത്തിലൊരു യാഗയജ്ഞങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥലം അങ്ങേക്ക് ആരംഭിച്ചു കൊടുത്തു. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, സ്വാമിജി, യാഗയജ്ഞങ്ങൾ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ദൈവാംശം വേണം. ഇന്ന് ഈ നവയുഗത്തിലെ ദൈവാംശമുള്ള ഒരു സ്ഥലം കണ്ടെത്തുക വളരെ പ്രയാസമാണ്. കാര്യം ഇന്ന് ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് കൂടുതലും. അപ്പോൾ പലപ്പോഴും പലരും കുടുംബദേവതകളെയും കുലദേവതകളെയും പല ദേവതകളെയും ഒക്കെ ആവാഹിച്ച് മറ്റ് അമ്പലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ ഒരു സ്ഥലം എൻ്റെ മുൻപിലേക്ക് തെളിഞ്ഞു വന്നാൽ ഉറപ്പായും ഞാൻ അഗ്നികർമ്മങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലം കണ്ടെത്തും. ഇപ്പോൾ ജീവിതത്തിൽ
എൻ്റെ അന്വേഷണങ്ങൾ, നീണ്ട 16 വർഷത്തെ എൻ്റെ അന്വേഷണങ്ങൾക്ക് അവസാനം അതിഗംഭീരമായ ദൈവിക ചൈതന്യം ഉറങ്ങുന്ന, ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്ന സാക്ഷാൽ അമ്മ മഹാമായയുടെ എന്ന് ഞാൻ തുറന്നു പറയാം, സത്യമാണ്, അത്ഭുതങ്ങളുടെ ഒരു ദേവസ്ഥാനം ഞാൻ ഈ മഹാകാളിക ധർമ്മസ്ഥലയിൽ വന്നെത്തി. ഞാനിവിടെ വരുമ്പോൾ ഗംഭീരമായ കാട് പിടിച്ച, എന്നാൽ എന്തൊക്കെയോ അമാനുഷിക ശക്തികളുള്ള ഒരു പ്രദേശമാണിത്. പുറത്ത് ചെറിയൊരു വഴിയുണ്ട്, ആരും ഇതിലധികം സഞ്ചരിക്കാറില്ല. അപ്പോൾ ഇവിടെ വന്ന പലരും എന്നോട് പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ പലരും പറഞ്ഞു, സാർ എന്താണ് ഇവിടെ വീട് വയ്ക്കാൻ വല്ല പ്ലാനാണോ? ഇവിടെ വീടൊന്നും വയ്ക്കാൻ പറ്റില്ല. അയ്യോ, അതെന്താണ്? അതിവിടെ ഒരു ഗംഭീരമായ ദൈവിക ചൈതന്യമുണ്ട്. അപ്പോൾ എനിക്കിത് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് ഏതോ ഒരു ശക്തിയിൽ നിന്ന് കിട്ടിയതായിരിക്കാം. അപ്പോൾ ഞാൻ എന്നിട്ടും അവരോട് ആകാംക്ഷയോട് ചോദിച്ചു, അതെന്താ പറ്റാതെ? അത് സാർ കുറച്ച് അപ്പുറത്ത് ഒരു വീടൊക്കെ വെച്ചു, അവർ പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവസാനം അവരത് JCB കൊണ്ട് ആ വീടിനെ മൊത്തം മണ്ണ് മാറ്റി കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. ഇവിടെ വന്ന് ഇവിടുത്തെ ഒരു ശക്തി ചൈതന്യത്തെ എനിക്ക് അറിയാൻ പറ്റി. അപ്പം ഈ ശക്തി ചൈതന്യത്തെ ഞാൻ അറിയുമ്പോൾ എനിക്ക് എപ്പോഴും കുറച്ച് സംശയങ്ങൾ കൂടുതലുള്ള ഒരാളാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും സംശയങ്ങൾ, ഇനി എന്താണ്, ഇനി എങ്ങനെ ചെയ്യണം? അപ്പം എൻ്റെ സംശയങ്ങളുടെ ഫലമായിട്ട് ഞാൻ അങ്ങോട്ട് തുറന്നു പറയാം, ഞാൻ പഠിച്ച ജ്യോതിഷ വിധികൾക്കപ്പുറം ഇന്ത്യയിലെ പ്രമുഖരായ പല ജ്യോതിഷ ആചാര്യന്മാരെയും ഞാൻ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. ഇന്ത്യയിലെ പല പ്രമുഖരെയും, പിന്നെ എന്നോടൊപ്പം ബന്ധമുള്ള പല യാഗങ്ങളിലും ദൈവജ്ഞന്മാരായിട്ടിരുന്നവരും പലരും ഇവിടെ വന്നു. ഇവരെല്ലാം എനിക്ക് തന്ന മറുപടി എന്താണോ ഞാൻ ഈ ഭൂമിയിൽ കണ്ടത് അതായിരുന്നു. പക്ഷേ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ഈ ചൈതന്യത്തെ ഞാൻ അറിയാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കിയ മഹത്തായ ഒരു സത്യം, ഈ ചൈതന്യത്തെ, ഇവിടുത്തെ ദൈവികമായ ചൈതന്യത്തെ അടച്ചു പൂട്ടാൻ എനിക്കൊരിക്കലും കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ചൈതന്യങ്ങളൊന്നും അത് ആഗ്രഹിക്കുന്നില്ല. ഇത്തരത്തിൽ ആഗ്രഹിക്കാത്ത ഒരു ചൈതന്യങ്ങളെ ഞാൻ എങ്ങനെ ഇവിടെ പ്രതിഷ്ഠിച്ച് എങ്ങനെ തുറന്നിടുമെന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു. അതിനും ഇവിടെ നിന്ന് എനിക്കൊരു മറുപടി കിട്ടി. നവയുഗത്തിൽ നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കും, ദൈവാംശങ്ങൾ നമുക്ക് കാണാൻ കഴിയുമോ? നമുക്ക് അറിയാൻ കഴിയും എന്ന് ചിലപ്പോൾ ഉറപ്പായിട്ട് അറിയാൻ കഴിയും. പക്ഷെ കാണാൻ കഴിയുമോ എന്നൊരു ചിന്ത സ്വാഭാവികമായിട്ടും മനുഷ്യനുണ്ടാവും. അറിവ് മനുഷ്യന് വിനയവും അഹങ്കാരവും സമ്മാനിക്കും. പലപ്പോഴും അറിവ് നമുക്ക് നേടുമ്പോൾ തികഞ്ഞു എന്നൊരു ബോധ്യം നമുക്കുണ്ടാവാം. പക്ഷെ ഈ ഭൂമിയിൽ ഞാൻ വന്നിരിക്കുന്ന പല സന്ധ്യാസമയങ്ങളും ഞാൻ തുറന്നു പറയാം, ഞാൻ ഇവിടുത്തെ ചൈതന്യങ്ങളെ ഞാൻ ദർശിച്ചു. എനിക്കുള്ള മറുപടികൾ അവരുടെ ഓരോ രീതികളിൽ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് സംശയമുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കുന്ന ചില പ്രവൃത്തികൾ ഈ ഭൂമിയിൽ നിന്ന് എനിക്ക് കിട്ടി. ഈ ഭൂമിയിൽ നിന്ന് കിട്ടുമ്പോൾ ഞാൻ സത്യത്തിൽ തുറന്ന് അങ്ങയോട് പറയാം, ഒരമ്പലമോ കാവോ തെക്കതോ ഒന്നുമല്ലാത്ത മറ്റെന്തോ, അതെന്ത്? ഇവിടുത്തെ അദൃശ്യമായ സാന്നിധ്യം എപ്പോഴും ഞാൻ അങ്ങയോട് എപ്പോഴും അദൃശ്യമായ സാന്നിധ്യം ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടുത്തെ ദേവീ ചൈതന്യങ്ങളാണ്. മഹാകാളിക ദേവിയോടൊപ്പം എപ്പോഴുമുള്ള യക്ഷിയമ്മയുടെ സാന്നിധ്യം. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും
ഇവിടെ ആ ചൈതന്യങ്ങളെ കണ്ട് ഭയപ്പെട്ടു. ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഈ ദേവീ ചൈതന്യങ്ങളെ അടുത്തറിഞ്ഞതിന് ശേഷം ദേവപ്രശ്നങ്ങൾ നിരവധി കഴിഞ്ഞു. ദേവീ ചൈതന്യങ്ങളെ അടുത്തറിഞ്ഞു, എങ്ങനെ നമുക്കിതെല്ലാം പൂർണ്ണമാക്കാം. അപ്പോൾ ഒരിക്കലും നമുക്ക് അടച്ചുപൂട്ടാൻ പാടില്ല. ഈ അടച്ചുപൂട്ടാൻ പാടില്ല എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്കിത്, ആ ഒരു അടച്ചുപൂട്ടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം നിലവിൽ എപ്പോഴും അടച്ചുപൂട്ടിയുള്ള പൂജാവിധികളാണ് ശക്തി വർദ്ധിപ്പിക്കുന്നുവെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ ഇവിടുത്തെ ദേവതാ സാന്നിധ്യങ്ങൾ അടച്ചു പൂട്ടരുത് എന്ന അവരുടെ തന്നെ ചില പ്രവൃത്തികൾ നമുക്ക് ബോധ്യമായി. അപ്പോൾ ഇതിനെന്താണ് ഒരു പേര്? നമ്മൾ അടച്ചു പൂട്ടാതിരിക്കുന്നു, ഇതൊരു ക്ഷേത്രമാണെന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അടച്ചു പൂട്ടാതെ എന്താണ് പേര്? അതിനും സാക്ഷാൽ അമ്മ മഹാമായയുടെ അദൃശ്യ സാന്നിധ്യം, മഹാകാളിക വാണരുളുന്ന ഈ ഭൂമിയിൽ ധർമ്മമുള്ള ഒരാൾക്ക് ഇവിടെ എത്തി ദേവീ ചൈതന്യത്തെ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കാൻ കഴിയുമെന്ന് ഈ അമ്മ തന്നെ പറഞ്ഞു. സാക്ഷാൽ അമ്മ തന്നെ പറഞ്ഞൊരു പേരാണ് ധർമ്മസ്ഥലം, മഹാകാളിക ധർമ്മസ്ഥലം. ഇപ്പം എൻ്റെ മുൻപിൽ പൂജനീയരായ 2 പേരുടെ ഇരിപ്പുണ്ട്. നിങ്ങൾ തന്നെ ഇന്ന് വന്നെത്തിയതൊരു പക്ഷേ ആ ഒരു ദേവിയുടെ ധർമ്മം കൊണ്ട്, നിങ്ങളിലുള്ള ധർമ്മം കൊണ്ടാണെന്നാണ് ഞാനിവിടെ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവിടെ ദേവി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അഗ്നിയാണ്. തലയിൽ അഗ്നി ചൂടിയ ദേവീ രൂപം അത് സ്പഷ്ടമായിട്ട് നമ്മുടെ ദേവപ്രശ്ന വിധികളിലൊക്കെ നമുക്ക് അറിഞ്ഞാണ് ഈ ദേവിയുടെ രൂപം നമ്മൾ വരച്ചെടുത്തത്. അപ്പോൾ അഗ്നി കർമ്മങ്ങൾ എൻ്റെ ജീവിതത്തിലും ഞാൻ സഞ്ചരിച്ച സനാതനധർമ്മം എപ്പോഴും അഗ്നി കർമ്മങ്ങളിലൂടെയാണ്. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് തന്നെ ദേവതാ ചൈതന്യങ്ങൾ ഇവിടെ കൊണ്ടെത്തിച്ചു. പിന്നെ മഹാകാളിക ധർമ്മസ്ഥലം. അപ്പോൾ ഭഗവാൻ കാലകാലേശ്വരൻ്റെ പ്രതിഷ്ഠയെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഞാനൊരു ദിവസം ഈ ആഴിമല മഹാദേവൻ്റെ മുമ്പിൽ പോയി പലപ്പോഴും നമ്മുടെ പല ബുദ്ധിമുട്ടുകൾ ഒരിക്കലും ഒരാളിന് ഇതൊന്നും ചെയ്തെത്തിക്കാൻ പറ്റില്ല. കാര്യം അപ്പോഴും അദൃശ്യമായ ശക്തികളാണ് നമ്മളെ. ഞാൻ തുറന്നു പറയാം, അത് ഞാൻ പല ദിവസങ്ങളിൽ ഞാൻ ഇതിനകത്തിരുന്ന് കരഞ്ഞിട്ടുണ്ട്. കാര്യം ഇത്രയൊന്നും എനിക്ക് ചെയ്യാനുള്ളൊരു ശക്തി ഇല്ലാത്തൊരാളാണ്. പക്ഷേ ദേവിയുടെ ആ പീഠമൊക്കെ നിർമ്മാണം ചെയ്തതിന് ശേഷം ഞാൻ ആഴിമല ഭഗവാന്റെ മുൻപിൽ ഇരിക്കുന്ന സമയത്ത്, അവിടെ പോയി മുട്ടുകുത്തി ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ചെവിയിൽ ആരോ പറയുന്നൊരു വാചകം, ഞാനില്ലാതെ അവിടെ പൂർണ്ണമാവും. ഒരു സാധാരണ മനുഷ്യന്, അപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക്, ഞാൻ 38 വർഷം കൊണ്ട് ഞാൻ നിരന്തരം ദർശനം നടത്തുന്ന ഒരു അമ്പലമാണ്. അപ്പോൾ അവിടെ പോയി ആ ശിവൻ്റെ ഒരു സാന്നിധ്യം അങ്ങനെ മനസ്സിലേക്ക് തോന്നുമ്പോൾ അതെന്തോ ഒരു കാര്യമുണ്ട് എന്നെനിക്ക് ബോധ്യമായി. അങ്ങനെയാണ് ഇവിടെ വീണ്ടും 10ാമതൊരു ദേവപ്രശ്നം വയ്ക്കുന്നത്. 10ാമതൊരു ദേവപ്രശ്നം വെച്ച് ആ ഒരു ദേവപ്രശ്നത്തിലാണ് ഭഗവാന്റെ സാന്നിധ്യം ഇവിടെ അറിയാൻ കഴിഞ്ഞത്. അതും സാക്ഷാൽ കാലകാലേശ്വരൻ്റെ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കാലകാലേശ്വരൻ്റെ പ്രതിഷ്ഠയും വരുന്നത്. പക്ഷേ മഹാകാളിക വാണരുളുന്ന ഈ മഹാകാളിക ധർമ്മസ്ഥലയിൽ ഭഗവാൻ ഉപദേവതയായി മാറുകയായിരുന്നു. പിന്നെ ഇവിടെ ഓരോ അഗ്നികർമ്മങ്ങളും, ഇവിടെ ഇപ്പോൾ അമാവാസി നാളിലാണ് ഇവിടുത്തെ പൂജകൾ. ഇവിടെ വരുന്നവരെല്ലാവരും, എനിക്കാരെയും പരിചയമില്ല, വരുന്നവരെല്ലാവരും ഇവിടുത്തെ ദേവതാ ശക്തികളെ അറിഞ്ഞു പോണവരാണ്. ഓരോ അമാവാസിക്ക് വേണ്ടിയും ഇവിടെ പലരും കാത്തിരുന്ന് തന്നെ വിളിക്കാറുണ്ട്, എന്നാണ് അടുത്ത അമാവാസി. അപ്പോൾ അവരെ അറിയിക്കുവാനാണ് നിലവിൽ നമ്മൾ ഈ അമാവാസിയുടെ ബോർഡുകളൊക്കെ പുറത്തൊക്കെ വച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ എപ്പോഴും അമാവാസിക്ക് അഗ്നികർമ്മങ്ങൾ നടക്കാറുണ്ട്. ഇതെല്ലാം നമ്മുടെ അദൃശ്യമായ ദേവതാ ശക്തികൾ തന്നെയാണ് നടത്തുന്നത്. ഇവിടെ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് പലരും ഇവിടെ വന്നെത്താറുണ്ട്. പക്ഷേ അവരുടെയൊക്കെ സന്തോഷകരമായ വാട്സപ്പ് മെസ്സേജുകൾ അവിടെ വന്നു, ഞങ്ങൾക്ക് തൃപ്തിയായി എന്ന് പറഞ്ഞ് കിട്ടുമ്പോൾ മനസ്സിൽ മഹത്തായ ഒരു ആനന്ദം ഞാൻ അനുഭവിക്കുന്നു എന്നതാണ് പരമമായൊരു സത്യം. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അങ്ങ് നേരത്തെ ചോദിച്ചത് മറ്റൊരു അമ്പലത്തിലെ സംവിധാനങ്ങളൊന്നുമല്ല. ഇപ്പോൾ സത്യത്തിൽ ഞാൻ അങ്ങയോട് ചോദിക്കട്ടെ, നമ്മുടെ കേരളത്തിലെ പല ക്ഷേത്രങ്ങളും
കാഴ്ച ബംഗ്ലാവുകളായി മാറുകയാണ്. നമ്മളെപ്പോഴും നമ്മളൊക്കെ പലപ്പോഴും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുമ്പോൾ ഗംഭീരമായ അമ്പലം ഇങ്ങനെയാണ് പറയാറുള്ളത്, അല്ലേ? പക്ഷെ അതിനുള്ളിൽ ഇരിക്കുന്ന കുഞ്ഞു മൂർത്തികളുടെ ചൈതന്യത്തെക്കുറിച്ച് ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. ഇവിടെ ദേവിയുടെ ഹിതം അനുസരിച്ച് നമ്മൾ പൂട്ടാതെ നമ്മൾ ഒരിക്കലും നമ്മൾ അടച്ചുപൂട്ടാൻ കഴിയില്ല. പക്ഷെ അങ്ങ് ശ്രദ്ധിച്ചോ എന്നെനിക്കറിയില്ല, ഇവിടെ ഭഗവതിയും ഭക്തനും തമ്മിൽ അന്തരമില്ല ഒന്നിനും. നമുക്ക് തുറന്ന് നമ്മളെ മുൻപിൽ നിന്ന് നമ്മളെ എപ്പോഴും കണ്ടുകൊണ്ട് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അമ്മയും ഇവിടുത്തെ ചൈതന്യങ്ങളുമാണ്. നമുക്ക് അവരോട് മുൻപിൽ നിന്ന് സംസാരിക്കാൻ കഴിയും. മറ്റൊന്ന് ഇവിടുത്തെ നിവേദ്യമാണ്. മറ്റമ്പലങ്ങളിൽ നിവേദ്യ സമയത്ത് ആരെയും കാണിക്കാതെ ആണ് നിവേദ്യം കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. നമ്മൾ പാചകം ചെയ്യുന്ന നിവേദ്യം ദേവിക്ക് പാചകം ചെയ്യുമ്പോൾ മേൽശാന്തി വാദ്യമേളത്തോടുകൂടി വന്ന് നമ്മുടെ കൈകൊണ്ട് കോരി നമ്മൾ ദേവിക്ക് നിവേദ്യ പാത്രത്തിലേക്ക് പകർന്നു നൽകും. അതാണ് ഇവിടെ ദേവിക്ക് സമർപ്പിക്കുന്നത്. പിന്നെ മറ്റൊന്ന് ഇവിടുത്തെ ആചാരം, നമ്മളെല്ലാ സ്ഥലത്തും കുഞ്ഞു നിലവിളക്കുകൾ അല്ലെങ്കിൽ ചെറിയ ചിരാതുകൾ അല്ലെങ്കിൽ ചെറിയ നാരങ്ങ വിളക്കൊക്കെയാണ് കത്തിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഗംഭീരമായ പന്തമാണ് ദേവിക്ക്. എന്തുകൊണ്ട്? അമാവാസിയിലെ ഇരുട്ട് ദിവസം നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുട്ടകറ്റാൻ ദേവിക്ക് നമ്മൾ വെളിച്ചം, അത് ഗംഭീരമായ വെളിച്ചമാണ്. ഒരു പന്തം കയ്യിലെടുക്കുന്ന ഒരാൾ നമ്മൾ അത് മുൻപിലേക്ക് പോകുമ്പോൾ എത്ര ഇരുട്ടാണെങ്കിലും നമുക്ക് ദേവിയെ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത ഭക്തനും ഭഗവതിയും തമ്മിൽ അന്തരമില്ല. മറ്റൊരു പ്രത്യേകത, ഇവിടെ അങ്ങ് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, ഇവിടെ തറയിൽ മൊത്തം ചാണകം മെഴുകിയതാണ്. പുരാതന കാലഘട്ടത്തിൽ ഏറ്റവും പവിത്രമായ ഒരു വസ്തുവാണ് ചാണകം. നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ പാപങ്ങളുടെ പരിഹാരവും നമ്മൾ ചാണകത്തിൻ്റെ തറയിൽ നിന്ന് നമ്മൾ ജപിക്കുക, ഇരിക്കുക. ഇന്നൊക്കെയാണ് നമ്മൾ ഈ കാണുന്ന വിദേശ നിർമ്മിതമായ പല ഫ്ലോറുകളും നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ചാണകത്തിനൊരു പവിത്രതയുണ്ട്. നമ്മൾ ഗണപതിക്ക് വയ്ക്കുന്നത് പോലും പഴയ കാലത്ത് ഉരുട്ടിയ ചാണകങ്ങളായിരുന്നു. അപ്പോൾ ഇവിടെയും ഇവിടുത്തെ ധർമ്മസ്ഥലയിലെ തറയിൽ ചാണകത്തറയിൽ നിന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പിന്നൊരു പ്രത്യേകത, നിലവിലത് നമ്മുടെ ഇത് നടക്കുക, ഇവിടെ ദേവിക്ക് അഭിഷേകം. ഇവിടെ ഭക്തന് വന്ന് ദേവി വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യാനുള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ 3 കാര്യങ്ങൾ ദേവി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതെല്ലാം മറ്റൊരു പ്രത്യേകത, ഇതെല്ലാം ദേവഹിതം നോക്കിയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വലിയ കമാനങ്ങളോ വലിയ കൊടിമരങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മളെ നയിക്കുന്ന അദൃശ്യമായ ചൈതന്യങ്ങളുടെ ദൃശ്യമായ അനുഭൂതി നമുക്ക് അനുഭവപ്പെടും, ഇല്ലേ? അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ആ പ്രത്യേകതകളെല്ലാം ദേവഹിതത്തോടു കൂടിയാണ് ചെയ്തിരിക്കുന്നത് എന്നതിൽ എനിക്ക് വളരെയധികം എൻ്റെ മനസ്സിലെപ്പോഴും മഹത്തായ ഒരു സന്തോഷം എപ്പോഴും ഉണ്ട്. ചൈതന്യത്തിൻ്റെ തന്നെ ഒരു നിയോഗമായിരിക്കും. അതെ, തീർച്ചയായിട്ടും. ഒരു ധർമ്മസ്ഥല ഒരു സ്ഥലത്ത് ഈ ഒരു പുണ്യസ്ഥലം ആരും അറിയപ്പെടാതെ, എന്താണ് ഇവിടുത്തെ ചൈതന്യം എന്ന് പോലും അറിയപ്പെടാതിരുന്ന ഒരു സമയത്ത് ഇവിടെ എത്താനും. അതെ, തീർച്ചയായിട്ടും. അതാണ് ഒരു സത്യം. പരമമായി ദേവിയോട് എന്തുകൊണ്ട് അടച്ചു പൂട്ടില്ല എന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ദേവപ്രശ്ന സമയത്ത് ചോദിക്കുമ്പോൾ പറഞ്ഞു, ഇത്രയും കാലം ഞാൻ തുറന്നാണിരുന്നത്, ഇനിയും ഞാൻ അങ്ങനെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം നിലവിൽ പിന്നെ ഇവിടെ എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ഇത് ഇനി അങ്ങോട്ട് കാണുമ്പോൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, നമ്മൾ ഇത്രയധികം അങ്ങയോടായതുകൊണ്ട് പറയുന്നു, ഇവിടെ ഒരു എൻജിനീയർ ഇല്ല. ഇവിടെ ദേവി ഹിതം, എന്താണോ വേണ്ടത് അപ്പോഴും ദേവി പറയും, അതിവിടെ ചെയ്യും. സത്യമാണ്. ഇതിൽ ഒന്നിനും ഒരു തരത്തിലുള്ള പ്ലാനിങ്ങുകളില്ല. എല്ലാം ആ സമയത്ത് ഇവിടെ ആവശ്യപ്പെടുന്ന അനുസരിച്ച് ദേവി
ഇവിടെ വരുന്ന ഭക്തജനങ്ങളോട്, അങ്ങനെ അമാവാസി നാളിൽ വന്ന് നോക്കും, ഇവിടെ വരുന്ന ഭക്തജനങ്ങളോട് അവരുടെ അനുഭവങ്ങൾ ചോദിച്ചാൽ 1000 നാവിൽ അവരനുഭവങ്ങൾ പറയുന്നുണ്ട്. അമ്പലത്തിനും പ്രത്യേകമായ മറ്റു പരസ്യങ്ങളോ മറ്റു സംഭവങ്ങളോ ഒന്നുമില്ല. പക്ഷേ അമ്പലത്തെ വളരെ കുറച്ച് പേര് അറിയുന്നു, അവർ മറ്റുള്ളവരിലേക്ക് ഇത് പകർന്നു. ഇവിടെ വരുന്നവർക്കെല്ലാം ഇവിടെ സാധാരണ മറ്റുള്ള സ്ഥലങ്ങളെ പോലെ ഇവിടെ പ്രശ്നവിധികളോ അല്ലെങ്കിൽ അവരുടെ ഇവിടുത്തെ ഏറ്റവും അവരിവിടെ വന്നെത്തുമ്പോൾ ഇവിടുത്തെ പരിഹാരം എന്ന് പറയുന്നത് സാക്ഷാൽ അമ്മമഹാമായയുടെ മുൻപിൽ ഇവിടുത്തെ ചൈതന്യങ്ങളെ ദർശിച്ച് നമസ്കരിച്ച് മടങ്ങുമ്പോൾ അവർക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ഫലപ്രാപ്തി എത്തുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മൾ ധർമ്മസ്ഥലയിലേക്ക് കടന്നു വന്നപ്പോൾ പെട്ടെന്ന് ആദ്യം നമ്മുടെ കണ്ണ് പോയത് അവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു പാതുകം വെച്ചിട്ടുണ്ടായിരുന്നു. അതെ, ആ പാതുകത്തിന്റെ പ്രാധാന്യം എന്താ? നമ്മുടെ ജീവിതത്തിൽ അങ്ങ് ധർമ്മസ്ഥലയിലേക്ക് കടന്നു വരുമ്പോൾ ആ പാതുകം നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുരു ഇല്ലാതെ നമുക്ക് എന്തെങ്കിലും ലഭിക്കുമോ? പുണ്യപുരാതനമായ നമ്മുടെ സനാതന ധർമ്മത്തിൽ ഒരു ഗുരു എപ്പോഴും ഉണ്ട്. നമുക്ക് ഓരോരുത്തർക്കും, നമ്മൾ ഒരിടത്തും ഒന്നും പഠിക്കാൻ പോകാത്ത ഒരാളിന് പോലും എവിടെയെങ്കിലും ഒരു ഗുരു സാന്നിധ്യം ഉണ്ട്. ധർമ്മസ്ഥലയിലും ഒരു മനുഷ്യൻ വന്നെത്തുമ്പോൾ ആദ്യം അയാളുടെ ഉള്ളിൽ അയാൾക്ക് എന്ത് അറിവാണെങ്കിലും പകർന്നു നൽകിയ ആ ഒരു ഗുരു സാന്നിധ്യം, ആ ഗുരു സാന്നിധ്യത്തെ മനസ്സാ സ്മരിച്ചുകൊണ്ടാണ് ദേവതാ സാന്നിധ്യങ്ങളിലേക്ക് എത്തേണ്ടത്. അപ്പോൾ ആ ഗുരു സാന്നിധ്യത്തിൻ്റെ സങ്കല്പം, ഇവിടെയും ഒരു ഗുരുവുണ്ട്. ഇവിടുത്തെ ആ ഗുരുവിനെയാണ് നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എങ്കിലും, പാതകത്തിലൂടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെങ്കിലും, ഇവിടേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തിക്കും ധർമ്മസ്ഥലയ്ക്കുള്ളിലേക്ക് വരുമ്പോൾ അവരുടെ ഉള്ളിലെ ഗുരുവിൻ്റെ സാന്നിധ്യം അവർക്ക് ബോധ്യപ്പെടും. അതിനാണ് ഇവിടെ ആ ഒരു പാതകം സ്ഥാപിച്ചിരിക്കുന്നത്. ഇനി അങ്ങ് പാതകത്തോടൊപ്പം തന്നെ അങ്ങ് ശ്രദ്ധിച്ചാൽ അറിയാം, ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ വലതുവശത്തായി 2 പാദങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, ദേവിയുടെ പാദങ്ങൾ. ആ പാദം നമ്മൾ സാക്ഷാൽ ലോകമാതാവായ ജഗജ്ജനനിയായ അമ്മയുടെ കാൽപാദത്തിന് താഴെയാണ് നമ്മുടെ സ്ഥാനം എന്നുള്ള സങ്കല്പത്തിൽ അമ്മയുടെ പാൽപാദം നന്നായിട്ട് മുകളിൽ, അവിടെ നമ്മൾ ഈ ധർമ്മസ്ഥലയിൽ വന്നെത്തുമ്പോൾ നാളികേരം ആ കാൽപാദത്ത്, മറ്റൊരിടത്തും ഇവിടെ നാളികേരം ഉടയ്ക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. ആ അമ്മയുടെ മുമ്പിൽ നാളികേര ബലി, നമ്മൾ നാളികേരം ഉടച്ച് ആ പാദത്തിൽ സമർപ്പിച്ച് നമ്മൾ ഗുരുവിൻ്റെ അടുത്തേക്ക് വരുന്നു. അതായത് മാതാവിനെയും നമ്മൾ വണങ്ങുന്നു, ഗുരുവിനെയും നമ്മൾ പൂജിക്കുന്നു. ഇതാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന പാദകത്തിൻ്റെയും പാദത്തിൻ്റെയും പ്രത്യേകത. അതുപോലെ തന്നെ ശ്രദ്ധിച്ചത് ധർമ്മസ്ഥലയിലേക്ക് കയറി വരുന്ന പടികളുടെ എണ്ണവും 6 പടി പിന്നെ 18 പടി, അതിൻ്റെ ഒരു വിശേഷണം എന്താണ്? ധർമ്മസ്ഥല പണ്ട് കുഞ്ഞുനാളിലേ നമ്മളെപ്പോഴും ഒരുപക്ഷെ ഞാനും അങ്ങുമൊക്കെ കേട്ടിട്ടുള്ളത്, പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാം, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും ധർമ്മസ്ഥലയിൽ നിന്ന് 6 പടി കടന്ന് അങ്ങ് അകത്തേക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ സാക്ഷാൽ കാലകാലേശ്വരനെയാണ് നമ്മൾ ഇടതുവശത്തു കൂടെയാണ് ആദ്യത്തെ ഈ ചൈതന്യങ്ങളെ ദർശിക്കാനാണെങ്കിലും നമ്മുടെ വലതുവശത്താണ് ഭഗവാന്റെ ചൈതന്യമുള്ളത്. ആ 6 പടി സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ 100 പടവുകൾ കയറുന്നതിന് തുല്യമായാണ് നമ്മൾ 6 പടി. ഇനി ഇവിടെ നിന്ന് എല്ലാ ചൈതന്യങ്ങളെയും ദർശിച്ച് സാക്ഷാൽ ഇവിടത്തെ ധർമ്മസ്ഥലയിലെ സുപ്രീം പവർ എന്ന് വേണമെങ്കിൽ പറയാം, മഹാകാളിക ദേവിയുടെ മുമ്പിലെത്താൻ 18 പടിയാണ്. ഈ സാധാരണ ചിലർ 18 പടി അയ്യപ്പന് മാത്രമാണ് എന്നൊക്കെ പറയാറുണ്ട്. ഈ 18 എന്ന് പറയുമ്പോൾ അത് 18 അല്ല, അത് യഥാർത്ഥത്തിൽ 8 + 1 9 നമ്മളുടെ സനാതന ധർമ്മത്തിൽ 9ന് വളരെ പ്രാധാന്യമുണ്ട്. നവധാന്യങ്ങൾ, നവഗ്രഹങ്ങൾ, നവചൈതന്യങ്ങൾ, നവരാത്രി, ഇതെല്ലാം യഥാർത്ഥത്തിൽ ദേവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ 9നെയാണ് ഈ 18ലൂടെ നമ്മൾ അർത്ഥം. ഇനി മഹാകാളിക ധർമ്മസ്ഥലയിലേക്ക് വന്ന് ദേവിയെ ദർശിക്കുന്നതിനും അങ്ങ് 8 ദേവതകളുടെ മധ്യഭാഗത്ത് 9ാമതാണ് മഹാകാളിക ദേവിയെ ദർശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ 18 പടികളുടെയും സാന്നിധ്യം
ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ ആ 18 പടി ദേവിയെ കാണുന്നതിന് മുൻപായിട്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. സൂര്യവംശി അഖാഡയുമായിട്ട് ഉം. അങ്ങേക്കുള്ള ബന്ധം അതിനെക്കുറിച്ച് അറിഞ്ഞേക്കൊള്ളാം. ഞാൻ ആദ്യം നമ്മൾ തുടങ്ങിയപ്പോൾ എൻ്റെ ആർമി ലൈഫിനെ കുറിച്ചുള്ള ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞു. ഇന്ത്യയിൽ 13 അഖാഡകൾ നമ്മൾ കാണും. ഇപ്പോൾ ആ ഇന്ത്യയിൽ 13 അഖാഡകൾ ഉണ്ട്. ഇതിൽ 13 അഖാഡകളിലും ഇനി അടുത്തിവിടെ വരുന്നത് നമ്മുടെ പഞ്ചദശന ആവാഹന അഖാഡയുടെ അരുൺഗിരി സ്വാമിജി ഇവിടെ ഭഗവാൻ ദേവിയെ കാണാൻ വരും, അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജൂന അഖാഡയുടെ ഭാഗമായിട്ടുള്ള സ്വാമിജി ഇപ്പോൾ ഇവിടെ വന്നിരുന്നു. അപ്പം നിലവിൽ ഒത്തിരി സന്യാസിവര്യന്മാർ ഇവിടെ വരാറുണ്ട്. പക്ഷേ ഞാൻ ഈ നമ്മുടെ ഇന്ത്യയിലും വിദേശത്തുമൊക്കെ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം സന്യാസിമാരുണ്ട്. ഈ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്ന ആ സന്യാസിമാരുടെ യൂറോപ്പിലകത്തുള്ള ആ ഒരു സന്യാസിമാരുടെ ഒരു ഗ്രൂപ്പാണ്. ഇന്ത്യയിലുമുണ്ട്. ഇപ്പോൾ യൂറോപ്പിലും ഇന്ത്യയിലും ഒക്കെ ആയിട്ടുള്ള ഒരു ശനീശ്വരനെ പൂജിക്കുന്ന സന്യാസിമാരുടെ ഒരു അഖാഡയാണ് സൂര്യവംശി അഖാഡ. ഇതിൻ്റെ ചീഫ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ പോർച്ചുഗലിലെ ലിസ്ബണിലുള്ള പിന്നെ സ്വാമിജി ദേവേന്ദ്രാനന്ദ സൂര്യവംശി സ്വാമിജിയാണ് അതിൻ്റെ ചീഫ്. അദ്ദേഹം ഇന്ത്യയിൽ വർഷത്തിലൊരു പ്രാവശ്യം ഇന്ത്യയിൽ വരാറുണ്ട്. കാമാഖ്യ ദേവി ദർശനത്തിനായിട്ട് സ്വാമിജി എത്താറുണ്ട്. അപ്പോൾ സ്വാമിജി ശനീശ്വര സന്യാസിമാരുടെ ആ ഒരു അഖാഡയുടെ വേൾഡ് ലെവൽ അഖാഡയാണത്. അതിൻ്റെ ചീഫാണ് സ്വാമി. അപ്പോൾ സ്വാമിജിയുമായി നീണ്ട 21 വർഷത്തെ ബന്ധം എനിക്കുണ്ട്. അങ്ങനെ ആ ഒരു അഖാഡയുടെ പ്രവർത്തനം ഇന്ത്യയിൽ സ്വാമിജി തുടങ്ങുന്ന സമയത്ത് ആദ്യം എന്നോട് പറഞ്ഞു, ഇന്ത്യയിൽ പ്രവർത്തിക്കാനായിട്ട് കുറേ സന്യാസിമാരൊക്കെ ഉണ്ട്, അവരെ കൂടെ അതിൻ്റെ ഭാഗമാകണമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് സ്വാമിജി എനിക്ക് സമയമില്ല എന്നുള്ള കാരണത്താൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അതിനെ ഇത് ചെയ്തു. പക്ഷേ നിലവിൽ എൻ്റെ ഈ ഒരു 10-16 വർഷം മുൻപ് സ്വാമിജിയോടൊപ്പം ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ എനിക്ക് സഞ്ചരിക്കാൻ സാധിച്ചു. ആ അഖാഡയുടെ ഭാഗമാവാൻ എനിക്ക് സാധിച്ചു. ഇപ്പോഴും സ്വാമിജി ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചത് പ്രകാരം കേരളത്തിൽ തന്നെ അദ്ദേഹം 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇപ്പോഴും സ്വാമിജിയുമായിട്ടുള്ള ബന്ധം ഞാൻ മുൻപോട്ട് കൊണ്ടുപോകുന്നു. സൂര്യവംശി അഖാഡയുടെ ഒരു ഭാഗമായിട്ട് പ്രവർത്തിക്കാനും ദേവി കടാക്ഷം കൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതാണ് സൂര്യവംശി അഖാഡയുമായിട്ടുള്ള ബന്ധം. ഏറെ യാഗങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ. അതിൽ പലതിലും അങ്ങ് യാഗബ്രഹ്മനായിട്ട് ഇരുന്നിട്ടുണ്ടെന്ന് സൂചിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഈ യാഗബ്രഹ്മനും യാഗ യജമാനനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യാഗ യജമാനൻ എന്ന് പറയുമ്പോൾ ആ യാഗത്തിൽ യജമാനനും യജമാനപത്നി അവരൊരിക്കലും കർമ്മത്തിൻ്റെ ഭാഗമല്ല. അവര് യാഗത്തിൻ്റെതായ എല്ലാ സംവിധാനങ്ങളും, യാഗത്തിന് വളരെ വലിയ മുന്നൊരുക്കങ്ങൾ ആവശ്യമുണ്ട്. ആ മുന്നൊരുക്കങ്ങളുടെ എല്ലാം ഭാഗമാകുന്നത് യാഗ യജമാനനാണ്. യാഗബ്രഹ്മൻ മുന്നൊരുക്കങ്ങളുടെ ഭാഗമാവുകയും കർമ്മത്തിന് ദേവതാ സാന്നിധ്യങ്ങളോട് അപേക്ഷിച്ച് ആ യാഗത്തിനൊരു തടസ്സവുമില്ലാതെ അത് പൂർണ്ണതയിലെത്തിക്കാൻ ദേവതാ സാന്നിധ്യത്തോടൊപ്പം സഞ്ചരിക്കുന്ന ആളാണ് യാഗബ്രഹ്മൻ. അപ്പോൾ പല യാഗങ്ങളിലും കഠിനമായ വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. 2022 പൗർണമിക്കാവിൽ നടന്ന മഹാകാളിക യാഗവും ഞാനായിരുന്നു. മഹാകാളിക യാഗത്തിൻ്റെയും യാഗബ്രഹ്മൻ ഞാനായിരുന്നു. എൻ്റെ 12 വർഷത്തെ ചിന്തകളായിരുന്നു മഹാകാളിക. ഇവിടെയും ധർമ്മസ്ഥലയിലും ഞാൻ മഹാകാളിക യാഗം 2ാമത് ചെയ്തിട്ടുണ്ട്. അപ്പം നിരവധി യാഗ യജമാനൻ ആ യാഗത്തിൻ്റെ പരിപൂർണമായ യജമാനനാണ്. യാഗബ്രഹ്മൻ യജമാനനല്ല. പകരം ആ പല കർമ്മത്തിലും യാഗാചാര്യന്മാരുടെ ചെറിയ ഒരു അനുമതി, യാഗബ്രഹ്മൻ്റെ അനുമതിയോടുകൂടിയാണ് യാഗ ആചാര്യൻ വരെ പല കർമ്മങ്ങളും നടത്തുന്നത്. ഇതാണ് യാഗ യജമാനനും ബ്രഹ്മനും തമ്മിലുള്ള ഒരു പ്രത്യേകത.
ഇവിടുത്തെ ദേവീ പ്രതിഷ്ഠ, അമ്മയുടെ പ്രതിഷ്ഠ നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. 3.5 ചുറ്റുള്ള നാഗത്തിൻ്റെ പീഠത്തിന് മുകളിലാണ് അമ്മ ഇരിക്കുന്നത്. അതെ. അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? ഇവിടെ ദേവപ്രശ്ന വിധി സമയത്ത് ഈ ദേവി കാളസർപ്പദോഷ നിവാരിണിയാണ്. കാളസർപ്പദോഷ നിവാരിണിയായ മഹാകാളികാ ദേവിയാണ്. അപ്പോൾ അത് കാരണം ദേവി നാഗപീഠത്തിൽ ആണ് ദേവി ഇരിക്കുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അറിയാം, ആ നാഗത്തിൻ്റെ അഞ്ചു തലയുള്ള നാഗമാണ്, പഞ്ചനാഗമാണ്. അപ്പോൾ അത് ആ നാഗത്തിൻ്റെ ആ കൊടയിലാണ് ദേവി ഇരിക്കുന്നത്. അത് ഇവിടെ ദേവി കാളസർപ്പദോഷ നിവാരണം, നിരവധി പേര് കാളസർപ്പദോഷം മാറ്റാൻ വേണ്ടിയും ദേവിക്ക് അഗ്നി സമർപ്പിക്കാറുണ്ട്. അപ്പോൾ അതാണ് ദേവി ആ നാഗപീഠത്തിൽ. പിന്നെ ദേവി 12 കൈകളാണ്. 12 കൈകളിൽ 6 കൈകളിൽ ആയുധവും ബാക്കി വരുന്ന 6 കൈകളിൽ മനുഷ്യന് ഉപകാരമാവുന്ന ഇതുമാണ് ദേവിക്ക്. ധനം, ധാന്യം, അമൃത്, പിന്നെ ജലം, കതിര്, ഇതൊക്കെയാണ് ദേവിയുടെ കൈകളിലുള്ളത്. അപ്പോൾ നിലവിൽ ഇവിടുത്തെ എല്ലാ സങ്കല്പങ്ങളും മഹത്തായ അന്നപൂർണേശ്വരിയായ മാതൃസങ്കല്പത്തിലെ മഹാകാളിയാണ്. ദേവിയെ ശ്രദ്ധിച്ചാൽ അറിയാം, ദേവി ഉഗ്രരൂപത്തിലാണ്. പക്ഷെ ഒരിക്കലും ദേവി ഒരു ബീവത്സമായ രൂപമല്ല. വളരെ ദേവിയുടെ ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ തന്നെ ഒരു ചെറിയ പുഞ്ചിരി. എന്നാൽ ദേവി അതിൻ്റെ പ്രൗഢമായ ഭാവത്തിലാണ്. ഇവിടെ വരുന്നവരുടെ അനുഭവം അങ്ങനെയാണ്. പിന്നെ ഇവിടെ വന്നെത്തുക എന്നുള്ളത് തുറന്നു പറയാം. വന്നെത്തുക എന്നുള്ളത് ഒരു ചെറിയ ഒത്തിരി പേര് വിളിച്ചിട്ട് പറയാറുണ്ട്, നമ്മൾ 3 പ്രാവശ്യം വരാൻ ശ്രമിച്ചു, നടന്നില്ല, അങ്ങനെയാണ്. പക്ഷെ ഇവിടെ വന്നെത്തുക എന്നുള്ളതും ദേവിയുടെ ഹിതം ഉണ്ടെങ്കിൽ മാത്രമേ വന്നെത്താൻ കഴിയൂ. ഈ ഒരു സങ്കല്പത്തിലുള്ള ദേവി പ്രതിഷ്ഠ വേറെ എവിടെയെങ്കിലും ഇല്ല, ഉള്ളതായിട്ട് ഒരിടത്തും ഇല്ല. ഇന്ത്യയിലെ സാക്ഷാൽ അമ്മ മഹാമായുടെ കൃപാകടാക്ഷത്താൽ മഹാകാളിക, ഇത്തരത്തിലുള്ള ദേവിയുടെ 3 ഭാവങ്ങൾ ഇവിടെ ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ പക്ഷെ ദേവി ആവശ്യപ്പെട്ട ഭാവമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഈ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇത്തരത്തിലൊരു ഭാവത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരമ്പലമാണ് മഹാകാളി. തലയ്ക്ക് മുകളിൽ അഗ്നിയുള്ള ദേവത. പിന്നെ കാലകാലേശ്വരൻ്റെയും പ്രതിഷ്ഠ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കയ്യിൽ കാലപാശമേന്തിയ ഭഗവാനെ. ഇവിടെ എന്തും നേരത്തെ ഞാൻ അങ്ങയോട് സൂചിപ്പിച്ചില്ലേ, ഇവിടെ എന്തും ദേവീഹിതത്തിലേ നടക്കും. എന്ത് കാര്യവും ഇവിടെ ഒരു എഞ്ചിനീയറോ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇവിടെ നമ്മളിവിടെ തന്നെ അങ്ങ് ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ദേവതകളെ അടച്ചുപൂട്ടാത്തത് കൊണ്ട് ഓഫീസിനും അടച്ചുപൂട്ടില്ല. ഓഫീസും ഒറ്റ ചവരാണ്, പുറകിൽ മാത്രം, ബാക്കി ഒന്നും പൂർണ്ണമായിട്ടില്ല. അപ്പോൾ ഇവിടെ അങ്ങനെയാണ്, നമ്മളൊരു അനുമതി ചോദിച്ച ഒറ്റ ചവര് മാത്രമേ ഉള്ളൂ, പുറകിൽ മാത്രം. അപ്പോൾ ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും അങ്ങനെയാണ്. രണ്ടാമത് ദേവിക്ക് ആവശ്യമായ ഒരു സാധനം, സാധാരണ ഒരു സ്റ്റോറൊക്കെ നമ്മൾ അടച്ചു പൂട്ടുന്ന ഒരു അങ്ങ് ഇവിടെ നോക്കണം, ഓപ്പണാണ്. നമ്മൾ അടച്ചു പൂട്ടി നമുക്കതിനകത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിനും ദേവിയുടെ അനുമതി വേണം. ഇനി എപ്പോഴെങ്കിലും ചിലപ്പോൾ ദേവി അനുമതി തന്ന് നമ്മൾ അപ്പുറത്തോ ഇപ്പുറത്തോ ഒക്കെ ഒരു ഓഫീസ് വേറെ വെക്കാം. പക്ഷേ ഇപ്പം ഇതിനകത്ത് ഇതൊന്നും പറ്റും. ഇതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. നമ്മളൊക്കെ ധർമ്മസ്ഥലയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരു രജോഭാവം വളരെ നല്ല രീതിയിൽ അനുഭവപ്പെടാൻ സാധിക്കുന്നുണ്ട്. അങ്ങേ പെട്ടെന്ന് ദർശിക്കുമ്പോൾ ഒരു നല്ല ഒരു രജോഭാവം ഉള്ള ഒരു വ്യക്തിത്വമായിട്ട് തോന്നുന്നു. എന്നാൽ സാത്വികതയും, പൂർണ്ണ രജോഭാവമല്ല, എന്നാൽ സാത്വികാംശവും അതിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നു, അനുഭവപ്പെടാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും. അത് എന്തുകൊണ്ടാണ്? ഒന്ന് ഞാൻ അങ്ങയോട് പറയാം. ഈ ധർമ്മസ്ഥലയ്ക്കുള്ളിലേക്ക് വരുമ്പോൾ, സത്യത്തിൽ ഈ ധർമ്മസ്ഥലയിൽ വരുമ്പോൾ എനിക്ക് വിശപ്പ് അനുഭവപ്പെടാറില്ല, ദാഹം അനുഭവപ്പെടാറില്ല. എന്നാൽ അങ്ങ് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ എന്താണ് അതിൻ്റെ ഒരു പ്രസക്തി എന്ന് മനസ്സിലാക്കി കൂടി ഞാൻ പറയാം. ചില സമയത്ത് അതിഗംഭീരമായ രജോ ഗുണം ഇവിടെ വരാറുണ്ട്. ചിലപ്പോൾ അത് എനിക്ക് തോന്നുന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ചിലപ്പോൾ ദേവി തന്നെ ചില സംഭവങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ, എൻ്റെ ശരീരത്തിൽ എന്തോ ഒരു ഇതനുഭവപ്പെടാം. അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു രജോ ഭാവം പ്രകടിപ്പിച്ചിട്ട് പിന്നെ ഞാൻ വിചാരിക്കും ഞാൻ എന്താണ് ഇത് പറഞ്ഞത്. പക്ഷെ പിന്നെയും ഇവിടെ വന്നിരിക്കുമ്പോൾ പിന്നെയും ഒരു ശാന്തമായ അനുഭവം എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ അങ്ങ് ഇവിടേക്ക് കടന്നു വന്നത് ശാന്തമായ ഒരവസ്ഥയുള്ള സമയത്താണ് ഇവിടെ. അപ്പോൾ ഒരുപക്ഷെ അത് ചിലപ്പോൾ അങ്ങേക്ക് തോന്നിയതാവാം. ഇവിടുത്തെ ആ ഒരു രജോ ഗുണത്തിൻ്റെ ഒരവസ്ഥ പലപ്പോഴും എന്നിൽ പ്രകടമാവാറുണ്ടെന്നാണ് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നവർ പലരും പറയുന്നത്. പിന്നെ അത് അങ്ങും ഒരു എന്താ പറയുന്ന ഒരു തപോ ഗുണമുള്ള ആളായതുകൊണ്ട് അങ്ങേക്ക് ആ ഒരു സാത്വികമായ ഭാവം എന്നിൽ ദർശിക്കാൻ സാധിച്ചു എന്നാണ് എൻ്റെ
എളിയൊരു മനസ്സിൽ തോന്നുന്നൊരു കാര്യം. അങ്ങയുടെ കണ്ണുകളിൽ നോക്കുമ്പോഴും ആ ഒരു തിളക്കം ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു മാതൃഭാവവും ഉള്ളിൽ കാണുന്നുണ്ട്, ആ ഒരു രജോഭാവവും ഉള്ളിൽ നമുക്ക് ഇനി ദർശിക്കാൻ ഇതിൻ്റെ സാധിക്കും. രസകരമായ ഒരു കാര്യം അങ്ങയോട് ഞാൻ പറയാം. മുൻ ശബരിമല മേൽശാന്തിയായിരുന്ന കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് ഇവിടുത്തെ തന്ത്രം. ഉം. അപ്പം ഞാൻ കുറച്ച് താടിയൊക്കെ ഇങ്ങനെ വെച്ച് ഒരു വല്ലാത്ത ഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ആനന്ദ്ജി, അങ്ങേക്ക് ഈ താടി വേണ്ട. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ തിരുമേനി, എനിക്ക് താടി വയ്ക്കാൻ പാടില്ല എന്നുണ്ടോ? തമാശ രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങ് താടിയൊന്നും വച്ചിരിക്കേണ്ട. കാര്യം ഞാൻ അവിടെ പലപ്പോഴും വരുമ്പോൾ അങ്ങയുടെ ഭാവത്തിൽ ദേവിയുടെ ശ്രയണഭാവവും ചിലപ്പം കടന്നു വരാറുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് മാറ്റം വന്ന് അങ്ങൊരു വല്ലാത്ത പിന്നെ ശൈവാംശത്തിലേക്ക് പോകുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അദ്ദേഹം തമാശയിലാണ് പറഞ്ഞതെങ്കിലും അദ്ദേഹം എന്നോട് പറഞ്ഞു താടി വയ്ക്കരുത് എന്നോട് പറഞ്ഞു. അപ്പോൾ പിന്നെ കണ്ണുകളുടെ തിളക്കം ഞാൻ അങ്ങയോട് ഉറപ്പിച്ചു പറയാം. സനാതന ധർമ്മത്തിൽ, നമ്മുടെ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ദേവതാ ചൈതന്യങ്ങളെ ഈ കണ്ണുകൾ കൊണ്ടാണ് കാണുന്നത്. പിന്നെ നമ്മൾ ജപിക്കുന്ന മനുഷ്യരാണ്, ഒരുപാട് കുറവുകളുണ്ട്. ഈശ്വരന്മാർ പോലും അവതാരം എടുക്കുമ്പോൾ പലപ്പോഴും പല തെറ്റുകളും സംഭവിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഭക്തി, അത് നമ്മുടെ ശക്തിയാണ്. ആ ശക്തിയുടെ തേജസ്സാണ് നമ്മുടെ കണ്ണുകളിൽ കാണുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സാധാരണ ക്ഷേത്ര സങ്കല്പങ്ങളിലെല്ലാം ഭക്തന്മാരുടെ സാന്നിധ്യമാണ് നമുക്ക് കൂടുതൽ, ഭക്തന്മാരാണ് കൂടുതലും വരുന്നത് ക്ഷേത്രങ്ങളിൽ. എന്നാൽ ധർമ്മസ്ഥലയിൽ അതിന് വ്യത്യസ്തമായിട്ട് സന്യാസി ശ്രേഷ്ഠരുടെ സാന്നിധ്യം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു, കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ഞാൻ അങ്ങയോട് നേരത്തെ പറഞ്ഞു, ഏകദേശം 69-70ഓളം യാഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ ഒരു യാഗങ്ങളുടെ എല്ലാത്തിൻ്റെയും ആരംഭം ഞാൻ യതിപൂജയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇന്നു വരെ ഒരു യതിപൂജയില്ലാതെ എൻ്റെ ഒരു അഗ്നികർമ്മങ്ങൾ ഞാൻ ആരംഭിച്ചിട്ടില്ല. മഹാകാളിക ധർമ്മസ്ഥലയിലും ഇവിടത്തെ അമാവാസിക്ക് മിനിമം ഒറ്റ ആൾ ഇല്ലെങ്കിൽ പോലും, ഇവിടെ ഒരുപാട് പേരില്ലെങ്കിൽ പോലും ഈ എല്ലാ അമാവാസി നാളിലും 1, 2, 3 സന്യാസിമാരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും. ഉറപ്പായിട്ടും ആ യതിപൂജ ഇവിടെ നടക്കും. പിന്നെ ഇവിടെ വിശേഷമായിട്ടുള്ള, ഇപ്പോൾ നമ്മുടെ പ്രതിഷ്ഠാ വാർഷികം കഴിഞ്ഞു. ഏകദേശം ഇന്ത്യയിൽ തന്നെ മഹാകാലേശ്വർ ഇന്ന് വരെ സന്യാസി വര്യൻ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ തന്നെ പ്രശസ്തരായ 12ഓളം സന്യാസി വര്യന്മാരുടെ യതിപൂജയിലാണ് നമ്മുടെ പ്രതിഷ്ഠാ വാർഷികം നടന്നത്. നവരാത്രിയുടെ 5 ദിനങ്ങളിൽ നമ്മളെ ഉത്സവമാണ്. അവസാനത്തെ 5 ദിവസമാണ് ഇവിടെ ഉത്സവം, യാഗങ്ങളാണ്. ആ സമയത്തും ഇവിടെ യതിപൂജ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇവിടെ എന്ത് വിശേഷം ഉണ്ടെങ്കിലും യതിപൂജ, ഒരു സനാതന ധർമ്മത്തിൻ്റെ തന്നെ ഏറ്റവും ബൃഹത്തായ ഒരു സ്ഥാനം നമ്മളെപ്പോഴും ഗുരുക്കന്മാർക്കാണ്, സന്യാസി വര്യന്മാർക്ക്. നമ്മുടെ എന്താ പറയുന്നത്, സന്യാസി വര്യന്മാരില്ലെങ്കിൽ ഈ ധർമ്മമൊന്നും നമുക്ക് കിട്ടില്ല. നമ്മളുടെ ചൈതന്യങ്ങൾ ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടുത്തെ മിക്ക ബോർഡുകളിലും പല സന്യാസി വര്യന്മാരുടെയും എപ്പോഴും എൻ്റെ മുൻപിൽ ഞാൻ എന്തൊരു പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുമ്പോഴും അദൃശ്യനായ ഒരു സന്യാസി വര്യൻ്റെ സാന്നിധ്യവും എനിക്ക് അനുഭവപ്പെടാറുണ്ട്. അതാര് എന്നുള്ളതല്ല, എല്ലാവരും. അപ്പോൾ സന്യാസി വര്യന്മാരില്ലാതെ ധർമ്മം മുൻപോട്ട് പോവില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഗുരുക്കന്മാർ, യതിവര്യന്മാർ, സന്യാസി വര്യന്മാർ, ഇതെല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് സന്യാസി വര്യന്മാരെ അമിതമായി നമ്മളിവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഒരു മഹത്തായ സത്യം. സമൂഹത്തിൽ ധർമ്മം നിലനിർത്താൻ സഹായിക്കുന്ന സന്യാസിമാരാണെന്ന് പണ്ടുപോലെ കേട്ടിട്ടുണ്ട്. അതെ. അപ്പം ഈ ഒരു സ്ഥാപനവും ചിലപ്പോൾ ആ ധർമ്മസ്ഥലം തന്നെയാണല്ലോ ഇതിൻ്റെ പേരും. അതെ. അപ്പം ആ ഒരു സ്ഥലത്തേക്ക് സന്യാസിമാർ വന്ന് ചേരുന്നതാവും, ആ ഒരു ചൈതന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ധർമ്മം പുനഃസ്ഥാപിക്കുക അല്ലെങ്കിൽ ധർമ്മത്തെ പ്രചരിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ആ മഹാത്മാക്കൾക്കുണ്ടാവാം. തീർച്ചയായും. ഇപ്പോൾ കഴിഞ്ഞ പ്രതിഷ്ഠാ വാർഷികത്തിന് ശിവഗിരി മഠത്തിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന സംപൂജ്യ സ്വാമി സുഹൃദാനന്ദ സ്വാമി, അദ്ദേഹം ഇവിടുത്തെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, മോനെ വളരെ മനോഹരമായിരിക്കുന്നു. കാര്യം ഇവിടുത്തെ പൂജാ രീതികൾ തന്നെ എന്നെ മനസ്സിലേക്ക് വല്ലാതെ സ്വാധീനിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. എനിക്ക് വളരെ അതിശയം തോന്നുന്നു. ഇതിലെല്ലാം ഉപരി അവിടെ നടന്ന യതിപൂജ, സന്യാസിവര്യന്മാരുടെ യതിപൂജ, അതും അതിഗംഭീരമാണ്. അപ്പോൾ ഇത് ഓരോ സന്യാസി, എന്നിട്ട് പറഞ്ഞ് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ.
ഇതാണ് ധർമ്മസ്ഥലയിലെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. ഇവിടെ ഒന്നിനും അങ്ങ് പ്രത്യേകം ശ്രദ്ധിച്ചല്ല, ഇവിടെ ഒരിക്കലും ഏതൊരു സന്യാസി വര്യനും ഒരു പ്രാവശ്യം വന്നാൽ വീണ്ടും ഇവിടെ വരും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങേക്ക് സന്യാസി വര്യന്മാരുടെ ഒരു സാന്നിധ്യം ഇവിടെ അനുഭവപ്പെട്ടത്. അത് ഇവിടെ അങ്ങനെയാണ്. ധർമ്മത്തിലൂടെ തന്നെ വേദവ്യാസൻ പറഞ്ഞതുപോലെ ധർമ്മത്തിലൂടെ തന്നെ ധനസമ്പാദനവും ആഗ്രഹ സബലീകരണവും സാധ്യമെന്നിരിക്കെ അധർമ്മം വെടിഞ്ഞ് ധർമ്മത്തോടൊപ്പം നിലയുറപ്പിച്ചുകൂടെ എന്നാണ്. അപ്പം ഇത് ധർമ്മസ്ഥലയാണ്. ഇവിടെ അധർമ്മം ഉണ്ടാവില്ല, ധർമ്മം ഉണ്ടാവും. അപ്പോൾ ധർമ്മം ഉണ്ടെങ്കിൽ ഉറപ്പായും സന്യാസി വര്യന്മാരും ഉണ്ടാവും. അതാണ് ഇവിടെ സംഭവിക്കുന്ന സന്യാസി വര്യന്മാരുടെ സാന്നിധ്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങയോട് ഇത്രയും സത്സംഗം ചെയ്തപ്പോൾ അങ്ങ് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ധർമ്മം എന്ന് പറയുന്നത്, പലരും ബ്രഹ്മത്തെക്കുറിച്ചാണ് പറയുന്നത്, അതെ, അങ്ങ് ധർമ്മത്തെക്കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. അതെ. അതിനുള്ള കാരണം നമ്മൾ പുരാതന കാലത്തേക്ക് പോകുമ്പോൾ നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു വാചകമാണ് ക്ഷത്രിയധർമ്മം. ക്ഷത്രിയൻ്റെ ധർമ്മം ചെയ്തതുകൊണ്ടാണ് രാജാക്കന്മാരിവിടെ ഉണ്ടായിരുന്നത്. അവിടെയും ക്ഷത്രിയനൊരു ധർമ്മം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ആചാര്യന്മാരിലേക്ക് പോകുമ്പോൾ പലരും പറയുന്നൊരു വാചകമാണ് ബ്രാഹ്മണധർമ്മം. അവിടെയും നമ്മൾ ബ്രാഹ്മണൻ എന്ന ഒരു ധർമ്മം, ബ്രാഹ്മണൻ്റെ ധർമ്മത്തിലേക്ക് നമ്മൾ വരുന്നു. നമ്മൾ അവിടെ നിന്ന് അമ്പലങ്ങളിലേക്ക് പോകുമ്പോൾ ക്ഷേത്രധർമ്മം, ക്ഷേത്രത്തിനൊരു ധർമ്മമുണ്ട്, ആ ധർമ്മത്തിലേക്ക് പോകും. അവിടെ നിന്ന് നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ നിത്യവും ചെയ്യുന്ന ഓരോ കർമ്മവും അത് നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുമ്പോൾ കർമ്മമാണ് ധർമ്മം എന്ന് പറയും. അവിടെയും കർമ്മത്തിന് ശേഷം വന്നു നിൽക്കുന്ന ധർമ്മത്തിലാണ്. നിലവിൽ എല്ലാത്തിലൂടെയും സഞ്ചരിക്കുമ്പോൾ എല്ലാത്തിലും ഒരു ധർമ്മമുണ്ട്. ക്ഷത്രിയ കർമ്മമെന്നോ ബ്രാഹ്മണ കർമ്മമെന്നോ ഒന്നും പറയാറില്ല, ധർമ്മം എന്നാണ് പറയുന്നത്. ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന മഹത്തായ ഇതിനെല്ലാം ഉൾക്കൊണ്ട് മുൻപോട്ട് പോകുന്ന അതിഗംഭീരവും അതിപ്രൗഢവും പുരാതനവുമായ ഒരു ധർമ്മമാണ് സനാതനധർമ്മം. സനാതന കർമ്മം ഒന്നാരും പറയാറില്ല. അപ്പോൾ എപ്പോഴും ധർമ്മത്തിനല്ലേ പ്രാധാന്യം. ഇത് ധർമ്മസ്ഥലയാണ്, ഇവിടെ എന്നും ധർമ്മത്തിനാണ് പ്രാധാന്യം. അപ്പോൾ മറ്റെല്ലാം ഉണ്ട്, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഒരു മനുഷ്യർ തെറ്റുകൾ ചെയ്യാറുണ്ട്. തെറ്റുകൾക്ക് പോലും ഒരു സത്യം ഉണ്ടാവണം. നമ്മൾ ചിലപ്പോൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിലൊരു സത്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ ധർമ്മത്തെ കാക്ഷിച്ചുകൊണ്ട് ചെയ്തതായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ധർമ്മസ്ഥലയിൽ എപ്പോഴും ധർമ്മത്തിന് തന്നെയാണ് പ്രാധാന്യം എന്നാണ് എൻ്റെ വിശ്വാസം. കൂടാതെ അങ്ങ് ആദ്യം സേവനം അനുഷ്ഠിച്ചത് ഒരു സൈനിക രാജ്യസേവനത്തിന് വേണ്ടിയിട്ടാണ്. അതെ, അതും ഒരു പൗരന്റെ ധർമ്മമായിട്ട് അങ്ങയുടെ ഉള്ളിൽ തന്നെ ചെറുപ്പകാലത്തെ കയറിയിട്ടുണ്ടാവാം. തീർച്ചയായും. ഞാൻ അങ്ങയോട് തുറന്നു പറയാം, ഇവിടെ ദേവിയുടെ ആരതി നടക്കുമ്പോൾ അതിഗംഭീരമായിട്ട് വിളിച്ചു ചൊല്ലാറുണ്ട്. ധർമ്മസ്ഥലയിൽ വാഴും അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായിക, ആദി കാളി, ആദി ലക്ഷ്മി, ആദി സരസ്വതി, മഹാഗോത്രദേവത, കാളസർപ്പദോഷ നിവാരിണി, സർവരോഗ ഭയാപഹാരിണി, ശങ്കരി, ത്രിപുരേശ്വരി, മഹാകാളിക ദേവിക്ക് അമാവാസി കാലേന സായാഹ്ന മഹാമംഗളാരതി എന്നാണ് വൈകുന്നേരം. ഇത് വിളിച്ചു ചൊല്ലുന്നത് മൈക്കോ മറ്റൊന്നും യൂസ് ചെയ്യാറില്ല. ഇത് സ്വന്തം ശബ്ദം, ഉള്ളിൽ നിന്ന് വരുന്ന ആ ശബ്ദം. അപ്പം ഞാൻ ആ അമാവാസിയുടെ ദിവസം എന്ന് പറയുന്നത് വളരെയധികം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ തലേ ദിവസം തന്നെ ഉറക്കമുണ്ടാകാറില്ല. നിലവിൽ ഞാൻ എപ്പോഴും ആദ്യമേ പറയാം, ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഗൃഹസ്ഥയാണ്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചല്ല സ്വപ്നം കാണുന്നത്, ഞാൻ എൻ്റെ ദേവിയെക്കുറിച്ചാണ് സ്വപ്നം കാണുന്നത്, മഹാകാളിക ധർമ്മസ്ഥലയെക്കുറിച്ചാണ് സ്വപ്നം. അപ്പോൾ എൻ്റെ ആ സ്വപ്നത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ നിന്ന് അമാവാസി നാളിൽ ദേവിക്ക് വേണ്ടി ആ വിളിച്ചു ചൊല്ലുന്ന ഒരു ശബ്ദമാണ്. ആ ഒരു അതിഗംഭീരമായ പ്രൗഢമായ ഒരു ശബ്ദം. ഈ ശബ്ദം ഒരുപക്ഷെ എനിക്കിങ്ങനെ വിളിച്ചു ചൊല്ലാൻ കഴിയുന്നത് ഉറപ്പായും ഞാൻ എൻ്റെ രാജ്യസേവനം ചെയ്തത് കൊണ്ടായിരിക്കാം. പക്ഷേ ആ വിളിച്ചു ചൊല്ലാനുള്ള ഊർജം തരുന്നത് ദേവതയാണ്. അപ്പം നിലവിൽ ഞാനിപ്പോഴും ധർമ്മത്തിലൂടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലെനിക്ക് എൻ്റെ മനസ്സിലെപ്പോഴും, എൻ്റെ ചിന്താമണ്ഡലങ്ങളിലെപ്പോഴും ദൈവികമായ ശക്തികൾ എന്നിലുള്ളിലുണ്ട് എന്നെനിക്കൊരു തോന്നലുണ്ട്. അത് തന്നെയാണ് എൻ്റെ ധർമ്മമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിലെല്ലാവരിലും, ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഒരു യോദ്ധാവുണ്ട്. നമ്മളൊക്കെ തന്നെ ഉള്ളിലേക്ക് ഒതുക്കി വെച്ച ഒരു യോദ്ധാവുണ്ട്.
അതൊരു സന്യാസിയായാലും രാജാവായാലും ബ്രാഹ്മണ ശ്രേഷ്ഠനായാലും ആ, എന്താണ് പറയുന്നത്, ഒരു തികച്ചും സാധാരണക്കാരനിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനും വളരെ വലിയ ഉന്നത ശ്രേണിയിലിരിക്കുന്ന ഒരു മനുഷ്യനിലും ഉള്ളിലൊരു യോദ്ധാവ് ഉണ്ടാവും. ആ യോദ്ധാവിൻ്റെ നമ്മുടെ നേരത്തെ അങ്ങ് രജോ ഗുണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ആ രജോ ഗുണം ആവശ്യമായ സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള യോദ്ധാവ് നമ്മൾ പോലും അറിയാതെ പുറത്തേക്ക് വരാറുണ്ട്. അത് നമ്മുടെ ധർമ്മത്തിലേക്ക്, നമ്മുടെ ധർമ്മത്തിന് വേണ്ടിയുള്ളതാവുമ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടി മാനസികമായ ഒരു സന്തോഷം അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഈ മഹത്തായ സത്യം. തലയിൽ ഒട്ടേറെ ദേവതാ സങ്കല്പങ്ങളെ ഉണ്ടല്ലോ. അതെ, അതിൽ നമ്മൾ ശ്രദ്ധിച്ചത് നീലാംബരി യക്ഷിയമ്മ എന്നോട് ഒരു സങ്കല്പത്തെ നമ്മൾ കണ്ടായിരുന്നു. എന്താണ് ഈ ധർമ്മസ്ഥലയിൽ ഇങ്ങനൊരു പ്രതിഷ്ഠയുടെ ഒരു പ്രാധാന്യം, അതിൻ്റെ സങ്കല്പം എന്താണ്? ഇവിടെ നീലാംബരി യക്ഷിയമ്മയെക്കുറിച്ച് പറയുമ്പോൾ, ഈ ധർമ്മസ്ഥലയിലെ ഞങ്ങളിവിടെ വിളിച്ചു ചൊല്ലി പൂജയുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ആദ്യം വിളിച്ചു ചൊല്ലി പൂജിക്കുന്നത് നീലാംബരി യക്ഷിയമ്മയ്ക്കാണ്. ഈ ധർമ്മസ്ഥലയിലെ ഭൂമിയിലെ നാഥയാണ് യക്ഷിയമ്മ. അതിവിടെ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞൊരു വാചകമാണ്. ദേവിയോടൊപ്പം എപ്പോഴും സഞ്ചരിച്ചിരുന്നു. ഇവിടുത്തെ പ്രാർത്ഥനയ്ക്ക് തന്നെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ വച്ചിരിക്കുന്ന ബോർഡുകളിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ധർമ്മസ്ഥലയിലെ യക്ഷിയമ്മയോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് മുകളിൽ ദേവിയോട് പ്രാർത്ഥിക്കേണ്ടത്. കാര്യം, ആരുമില്ലാതിരുന്ന, ആളും ആരവവും ബഹളവും അഗ്നിയും അഭിഷേകവും അന്നവും ഒന്നും ഇല്ലാതിരുന്ന സമയത്തും ഈ ദേവീ സാന്നിധ്യം ഇവിടെ പലരും പ്രത്യക്ഷമായിട്ട് തൊട്ടടുത്തൊക്കെ ഉള്ളവരോട് ചോദിച്ചാൽ പറയാം, 2 സ്ത്രീ സാന്നിധ്യങ്ങളെ കണ്ടിരുന്നു. അതിലൊരാൾ സിംഹാസനത്തിൻ്റെ പുറത്തിരിക്കുകയും ഒരു ഒക്കത്തൊരു കുഞ്ഞിനോടുകൂടി അടുത്ത് നിൽക്കുകയും ചെയ്യുന്ന ഈ നവയുഗത്തിൽ പലരും ചിലപ്പോൾ ഇതിനെയൊക്കെ വിമർശിക്കാം. പക്ഷേ ആ ഒരു വിമർശനത്തിനപ്പുറമാണ് ഏതോ അദൃശ്യമായ ശക്തികളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിലവിൽ ഇവിടെയുള്ള പലരും ഈ 2 രൂപങ്ങളെയും, ഈ അമ്മമാരുടെ 2 രൂപങ്ങളെയും ഇവിടെ കണ്ടിട്ടുണ്ട്. അതും ഒക്കത്തൊരു കൈക്കുഞ്ഞോടുകൂടിയ യക്ഷിയമ്മ, നീലാംബരി അമ്മ, അതിഗംഭീരമായ മാതൃ സാന്നിധ്യമാണ്. ഞാൻ തുറന്നു പറയാം, ഒരുപക്ഷെ ഞാനിന്ന് അങ്ങയുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ തന്നെ കാരണവും എന്നെ ഇവിടേക്ക് ആദ്യം ആ ഒറ്റ പന ഇവിടെ നിൽക്കുന്നു, ഈ പനയ്ക്ക് ചുവട്ടിലാണ് ഞാൻ ആദ്യമായി വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചത്. കാട്, ചെറിയ ചെറിയ മുള്ളും ഇതിൻ്റെ ഇടയിൽ ഞാൻ ആ പനയുടെ ചുവട്ടിൽ വന്നാണ് ആദ്യമായി സാഷ്ടാംഗം നമസ്കരിച്ചത്. എന്നെ ഇവിടേക്ക് എത്തിച്ചതും ഇവിടെ മഹാകാളിക ദേവിയുടെ സാന്നിധ്യവും ചൈതന്യവും എന്നെ അറിയിച്ചതും ഈ യക്ഷിയമ്മയാണ്. ഈ ധർമ്മസ്ഥലയിൽ വളരെ വലിയ സ്ഥാനമാണ് നീലാംബരി യക്ഷിയമ്മയ്ക്കുള്ളത്. ഇപ്പോഴും നമ്മളിവിടെ സംസാരിക്കുമ്പോൾ ഒരു അദൃശ്യമായൊരു മണം നമ്മളെ ചുറ്റിപ്പോവും. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, അത് യക്ഷിയമ്മയുടെ സാന്നിധ്യമാണ്. ഇവിടെ എപ്പോഴും എന്തിനും ഈ ഭൂമിയെ എപ്പോഴും കാത്ത്, ഈ ഭൂമിക്കൊരു കാവലായിട്ടുള്ളത് യക്ഷിയമ്മയുടെ. ഇവിടുത്തെ മഹത്തായ മറ്റൊരു പ്രത്യേകത കൂടി പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, ദേവി ഏറ്റവും മേളിലിരിക്കും, പക്ഷെ താഴെയുള്ള ഭൂമിയിൽ എല്ലാ പ്രതിഷ്ഠകളുള്ള ആ ഭൂമി നമ്മൾ പ്രത്യേകം തരംതിരിച്ചിട്ടുണ്ട്. വാസ്തുവിൻ്റെ പൂർണ്ണമായ രൂപങ്ങളെല്ലാം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. യക്ഷിയമ്മയുടെ ഭൂമി മാത്രമാണ് കുറച്ചുകൂടി ഹൈറ്റ്. ബ്രഹ്മരക്ഷസനും യക്ഷിയമ്മയ്ക്കും ഈ ഒന്നാമത് കയറുന്ന മൺതിട്ടയും രണ്ടാമത് കയറുന്നത് മൂന്നാമത് ദേവിയുടെ അടുത്തേക്ക്. പക്ഷേ രണ്ടാമത് എത്തുമ്പോൾ അവിടെ ഏറ്റവും കുറച്ച് ഹൈറ്റ് കൂടുതലായിട്ടുള്ളത് ആ യക്ഷിയമ്മയും ബ്രഹ്മരക്ഷസും ഉള്ള ഘട്ടമാണ്. അപ്പോൾ യക്ഷിയമ്മയ്ക്ക് ഇവിടെ പ്രത്യക്ഷമായിട്ട്, യക്ഷിയമ്മയുടെ കുഞ്ഞിന് ഓരോ അമാവാസി നാളിലും പലരും വന്ന് ഒരുപാട് കളിപ്പാട്ടങ്ങൾ നൽകാറുണ്ട്, ഇതൊക്കെ ചെയ്യാറുണ്ട്. ഇവിടുത്തെ സാന്നിധ്യമാണ്. ഇവിടെ അദൃശ്യമായിട്ട് പലരും ഒരു കുഞ്ഞിൻ്റെ കരച്ചിലും ചിരിയും ഒക്കെ ഇവിടെ കേട്ടിട്ടുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ യക്ഷിയമ്മയ്ക്ക് വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണിത്. പക്ഷേ ദേവി സാക്ഷാൽ അമ്മമഹാമായ വാണരുളുന്ന ഈ ഭൂമിയിൽ മഹാകാളികയുടെ ധർമ്മമാണ്. പക്ഷേ യക്ഷിയമ്മയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. പ്രാർത്ഥിച്ചാൽ സന്തതി രക്ഷയായ യക്ഷിയമ്മയാണ്. അപ്പോൾ സന്തതികളെക്കുറിച്ചുള്ള ദുരിതങ്ങളും ദുഃഖങ്ങളും മാറ്റുന്ന അമ്മയാണ്. അതുകൊണ്ട് വളരെയധികം പ്രാധാന്യമുള്ള ഒരു പ്രതിഷ്ഠയാണ് സാക്ഷാൽ നീലാംബരി യക്ഷി. പെട്ടെന്ന് ആ ഒരു രൂപം കണ്ടിട്ട് ചോദിക്കുന്നേ, അതെ, അങ്ങ് ഗൃഹസ്ഥൻ മാത്രമാണോ, ക്ഷത്രിയൻ മാത്രമാണോ, അതോ സന്യാസി ആണോ? അങ്ങയുടെ ഈ ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ എനിക്കതിനെക്കുറിച്ചൊരു പൂർണ്ണമായ മറുപടി തരാൻ കഴിയില്ല. എന്നാലും ഞാൻ എൻ്റെ വീട്ടിനുള്ളിലേക്ക് കടക്കുമ്പോൾ, ഞാൻ എവിടെ പോയിട്ട് വന്നാലും ആദ്യം എൻ്റെ പൂജാ റൂമിനുള്ളിൽ കയറിയിട്ടേ ഞാൻ എൻ്റെ വീടിനുള്ളിലേക്ക് പോകും. അപ്പോൾ ഞാൻ എൻ്റെ പൂജാ റൂമിനുള്ളിലേക്ക് കയറി
എൻ്റെ വീട്ടിനുള്ളിലേക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഞാനൊരു ഗൃഹസ്ഥനാണ്. എൻ്റെ ധർമ്മത്തെ സംരക്ഷിക്കുന്ന ചില വേദികളിൽ ഞാനൊരു ക്ഷത്രിയനാണ്. എൻ്റെ ഗുരുക്കന്മാരുടെ മുൻപിലെത്തുമ്പോൾ ഞാൻ അവരുടെ മുൻപിലെത്തുമ്പോൾ അവരുടെ ഒരു ശിഷ്യനാണ്. ഇപ്പം എൻ്റെ ഗുരുക്കന്മാർ സന്യാസി വര്യന്മാരാണ്. സന്യാസി വര്യന്മാരുടെ മുൻപിലെത്തുമ്പോൾ ഞാൻ അവരുടെ ശിഷ്യനായി മാറുമ്പോൾ ഞാനും ഒരു അർദ്ധ സന്യാസിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇതിനെല്ലാം ഉപരി ഭക്തിയാണ് ശക്തി എന്ന് വിശ്വസിക്കുന്ന, പൂർണ്ണമായും എൻ്റെ ദേവതാ സാന്നിധ്യങ്ങളെ വിശ്വസിക്കുന്ന, ഒരിക്കലും എൻ്റെ ധർമ്മം എന്നെ ചതിക്കില്ല എന്ന് വിശ്വസിക്കുന്ന പൂർണ്ണമായൊരു ഭക്തനാണ്. അതാണ് സത്യം. എന്തായാലും അമ്മയുടെ ഒരു ഇച്ഛപ്രകാരമാണ് ഈ ഒരു ധർമ്മസ്ഥല ഇവിടെ നിലനിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും. തീർച്ചയായും. ഇനി ഈ ധർമ്മസ്ഥലയുടെ ഭാവി പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം. തീർച്ചയായും. ഇത് പലരും അങ്ങ് ചോദിച്ച പോലെ ഒരു ചോദ്യമാണ്. ധർമ്മസ്ഥലയ്ക്കൊരു വലിയ ഭാവി, മുൻപോട്ട് ദേവീഹിതമനുസരിച്ചൊരു ഭാവിയുണ്ട്. മുൻകാലങ്ങളിൽ കൂട്ടുകുടുംബങ്ങളായിരുന്നു നമ്മൾ കണ്ടതും അറിഞ്ഞതുമൊക്കെ. പക്ഷേ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ മനുഷ്യജന്മങ്ങൾ പലപ്പോഴും പല കോലങ്ങളായി മാറും. അത് ആദ്യം ചെന്നെത്തിയത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പിരിഞ്ഞ് തനിയെ വീട് വെച്ച് താമസിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ്. പണ്ട് ആശ്രമങ്ങളിൽ ഒത്തിരി അന്തേവാസികളുണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിൽ സത്സംഗങ്ങളും സന്യാസി വര്യന്മാരുടെ ഒരുമിച്ച് കൂടലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലും, അന്ന് ഒരുമിച്ചിരുന്ന് പല കാര്യങ്ങളും ധർമ്മത്തെക്കുറിച്ച് പറയുകയും തമാശ പറയുകയും അവസാനം എല്ലാവരും എണീറ്റ് പരസ്പരം അവരവരുടെ റൂമുകളിലേക്ക് പോയി ഉറങ്ങാൻ പോകുന്നതുമായ ഒരവസ്ഥ ഞാൻ എൻ്റെ ബാല്യം ചില ആശ്രമങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഈ മഹാകാളിക ധർമ്മസ്ഥലയിൽ, അമ്മ വാണരുളുന്ന ഈ മഹാകാളിക ധർമ്മസ്ഥലയിലെ ഏറ്റവും വലിയ ഒരു ഭാവിയിലുള്ള ചിന്ത എന്ന് പറയുമ്പോൾ, നമ്മൾ നിലവിൽ പലപ്പോഴും കാണുന്നൊരു കാര്യം, ഗുരുവായൂർ പലരും കൊണ്ടുവന്ന് നടതള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് കേൾക്കാറുണ്ട്. ഈ നടതള്ളുക എന്നെന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ അത് നമ്മളെ അറിയിച്ചു. ഇപ്പം ധർമ്മസ്ഥലയിൽ കഴിയുന്നവർക്ക്, എത്ര പേർക്ക് എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. കാര്യം ഇത് സത്യത്തിൽ അതിനെല്ലാം സാക്ഷാൽ അമ്മ മഹാമായിയുടെ കാരുണ്യം ഉണ്ടാവണം. ഇവിടെ ധർമ്മസ്ഥലയിൽ 10 പേർക്കെങ്കിൽ 10 പേർക്ക്, ആരുമില്ലാത്തവർക്ക് അമ്മയുടെ ഈ ധർമ്മം വാഴുന്ന ഈ ഭൂമിയിൽ അവരെ സന്തോഷത്തോടു കൂടി ഇവിടെ സംരക്ഷിക്കുന്ന ഒരിക്കലും വയോജന കേന്ദ്രമെന്നത് പറയാൻ പറ്റില്ല. അവിടെ ചിലപ്പോൾ ചെറുപ്പക്കാരുണ്ടാവാം, ബാല്യത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ടാവാം, വാർദ്ധക്യം ബാധിച്ചവരുണ്ടാവാം. എത്ര പേരെ എന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷെ ധർമ്മസ്ഥലയുടെ ഏറ്റവും മഹത്തായ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ധർമ്മസ്ഥലയിൽ ഇങ്ങനെ ആരോരുമില്ലാത്തവരെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനം. അത് സ്ഥാപനം എന്ന് പറയാൻ പറ്റില്ല, അത് ധർമ്മസ്ഥല അങ്ങനെ ഒരു സംരക്ഷണം ഒരുക്കും. അതൊന്ന്. 2, ഞാൻ കാണുന്ന ഈ ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ കാണുന്ന മറ്റൊരു പ്രത്യേകത, നിരവധി പെൺകുട്ടികളുടെ അച്ഛനമ്മമാരുടെ ചിന്തകളാണ്. അയ്യോ, ഞങ്ങളുടെ കുട്ടി, ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങളെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, ഇപ്പം ധർമ്മസ്ഥലയുടെ മുൻപോട്ടുള്ള പ്രവർത്തനങ്ങളിൽ വർഷത്തിലൊരിക്കൽ ഒരു 10 കുട്ടികൾക്കെങ്കിലും ധർമ്മസ്ഥലയുടെ ദേവിയുടെ സാന്നിധ്യത്തിൽ, ആ ദേവിയുടെ കൃപാകടാക്ഷത്താൽ ഇവിടെ ഒരു 10 പേർക്കെങ്കിലും മംഗല്യ ഭാഗ്യം എന്ന് പറഞ്ഞാൽ സമൂഹ വിവാഹം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ധർമ്മസ്ഥലയുടെ ദേവി കൃപാ കടാക്ഷത്തിൽ 10 പേരുടെയെങ്കിലും 10 പെൺകുട്ടികൾക്കെങ്കിലും ആ ഒരു മംഗല്യ ഭാഗ്യം ഈ നടയിൽ വച്ച് ചെയ്യാൻ കഴിയുന്ന. പിന്നെ മറ്റൊന്ന്, ഞാൻ പലപ്പോഴും പലരുടെയും പല ഗൃഹങ്ങളിലും, അവിടെ നമ്മളൊരിക്കലും നമ്മുടെ ഏത് ജാതിയോ ഏത് മതമോ എന്നൊരു വിഷയമല്ല. പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഇന്നും ദയനീയമായ അവസ്ഥയിലുള്ള മനുഷ്യർ ഒത്തിരി പേരുണ്ട്. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും ഏതെങ്കിലും പത്രമാധ്യമങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെടുന്നവർക്കാണ് കൂടുതൽ ചാരിറ്റികൾ പലരും ചെയ്യുന്നത്. ആരും ശ്രദ്ധിക്കാനില്ലാതെ, ആരും അറിയിക്കാനില്ലാതെ ആരൊക്കെയോ ഈ ഭൂമിയിലുണ്ട്. അവരെയൊക്കെ സഹായിക്കാൻ പറ്റുന്ന ഒരു ധർമ്മം നിലനിർത്തിക്കൊണ്ട്, മഹാകാളിക ദേവിയുടെ ആ ഒരു ധർമ്മത്തെ നിലനിർത്തിക്കൊണ്ട്, അമ്മ എന്ന സങ്കല്പത്തിൽ അവരെയൊക്കെ സംരക്ഷിക്കാൻ പറ്റുന്ന
എന്തെങ്കിലും പുണ്യമായ പ്രവൃത്തി. ഇതും ധർമ്മസ്ഥലയുടെ ഒരു ലക്ഷ്യമാണ്. ഇനി ഇത് പറയുമ്പോൾ അങ്ങയോട് തുറന്നു പറയാം, ധർമ്മസ്ഥലയിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ധർമ്മസ്ഥലയിൽ ഞങ്ങളിവിടെ ഉച്ചയ്ക്ക് പൂജയ്ക്ക് നിൽക്കുന്നവർക്ക് മാത്രമേ ഞങ്ങൾ അന്നം കൊടുക്കൂ. ഇവിടെ അന്നം കൊടുത്ത് ഒരിക്കലും ആളെ കൂട്ടുന്ന ഒരു ഇത് ഞങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ല. മറ്റൊന്നുകൊണ്ടുമല്ല, നമ്മൾ പലപ്പോഴും പല അമ്പലങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ അകത്ത് ആരും ദേവീ ദർശനത്തിനോ ഭഗവത് ദർശനത്തിനോ ഉണ്ടാവാറില്ല, പക്ഷെ അന്നദാനത്തിന് ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ പലരും അത് ഒരു അന്നദാനം ഒരു മഹത്തായ കർമ്മമാണ്, 1000 ആന കൊടുത്താലും അന്നദാനത്തിന് സമാനമാവില്ല എന്ന് പറയും. പക്ഷേ ധർമ്മസ്ഥലയുടെ ദേവീഹിതം എന്ന് പറയുന്നത്, നമ്മൾ അന്നദാനം കൊടുക്കുമ്പോൾ 4 നേരവും അന്നം കൊടുക്കണം. കാര്യം മതി എന്ന തോന്നൽ ഉളവാക്കുന്നത് അന്നമാണ്. അവിടെ നമ്മൾ 4 നേരം അന്നം കൊടുക്കണമെന്ന് പറഞ്ഞാൽ 3 നേരമല്ല, 4 നേരം. അങ്ങനെ ഒരു എല്ലായ്പ്പോഴും ഏത് സമയത്ത് കടന്നു വന്നാലും അന്നം കൊടുക്കാൻ കഴിയുന്ന, അന്നപൂർണേശ്വരിയായ ദേവിയുടെ അനുഗ്രഹത്തോടു കൂടി അന്നം കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനം. എപ്പോഴും 4 നേരം എന്ന് പറയുമ്പോൾ അത് ഒരു പക്ഷേ രാത്രി 2 മണിക്കാവാം. ആ സമയത്തും അന്നം കൊടുക്കാൻ കഴിയുന്ന ഒരു അന്നപൂർണേശ്വരി ദേവിയുടെ, മഹാകാളിക ദേവിയുടെ പേരിൽ അന്നം കൊടുക്കാൻ കഴിയുന്ന ഒരു വലിയ ഇന്ന് നടക്കുമെന്നൊന്നും എന്നോട് ചോദിക്കരുത്. കാര്യം ഞാൻ തുറന്നു പറയാം, നിലവിൽ ദേവിയുടെ കടാക്ഷം കൊണ്ട് മാത്രമാണ് നമ്മുടെ ഓരോ ദിവസവും മുൻപോട്ട് പോകുന്നത്. പക്ഷേ ഈ സാക്ഷാൽ അമ്മ മഹാമായ ഇത് സാധ്യമാക്കുമെന്നൊരു പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട്. ആ ഒരു വിശ്വാസത്തെ മനസ്സിൽ കൊണ്ട് ഇവിടുത്തെ ദേവിയുടെ ശക്തി എന്താണെന്ന് എനിക്കറിയാമെന്നുള്ളത് കൊണ്ടും ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഞാനിപ്പോൾ നിങ്ങളോട് അങ്ങയോട് ഈ പറഞ്ഞ ഒരു 3-4 പദ്ധതികളുണ്ട്. ഇതിലേതെങ്കിലുമൊക്കെ നടത്താൻ നമുക്ക് സാധിക്കും. ഇത് തന്നെയാണ് മഹാകാളിക ധർമ്മസ്ഥലയുടെ ഏറ്റവും വലിയ മുൻപോട്ടുള്ള പദ്ധതി. മഹാകാളിക ധർമ്മസ്ഥലയിലെ ഏറ്റവും വലിയ വഴിപാട് അത് ദേവിക്ക് അഗ്നി സമർപ്പിക്കലാണ്. ഈ അഗ്നി സമർപ്പിക്കുന്നതും അമാവാസിയിലാണ്. പൗർണമിയിലെ വെളിച്ചമാണ് എല്ലാ മനുഷ്യരും തേടിപ്പോകുന്നത്. പക്ഷെ അമാവാസിയിലെ ഇരുട്ടിനെ പലരും ഭയക്കാറുണ്ട്. എന്നാൽ ധർമ്മസ്ഥലയിലെ ദേവതാ ചൈതന്യങ്ങൾ അമാവാസിയിൽ ഭക്തരിവിടെ വന്ന് നൽകുന്ന അഗ്നി, അത് മനുഷ്യൻ്റെ ദേവിക്ക് അഗ്നി സമർപ്പിക്കുമ്പോൾ ഇവിടെ വന്നെത്തുന്ന ഭക്തരുടെ ജീവിതത്തിൻ്റെ ഇരുട്ടിനെ അകറ്റുന്നു എന്നതാണ് സങ്കല്പം. ഈ ധർമ്മസ്ഥലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടും അഗ്നി സമർപ്പണമാണ്. അഗ്നി എന്ന് പറയുന്നത് വെളിച്ചമാണ്. ആ അഗ്നിയുടെ വെളിച്ചം ഇവിടെ ധർമ്മസ്ഥലയിൽ എപ്പോഴും ഉണ്ടാവുമെന്നൊരു വിശ്വാസവും ഉണ്ട്. ദേവീ കടാക്ഷം ഇവിടെ വന്നെത്തുന്ന എല്ലാ ഭക്തർക്കും നന്മ വരുത്തണമെന്നും എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ട്. അപ്പോൾ അത് ദേവി പൂർണ്ണമാക്കുമെന്ന ഒരു വിശ്വാസത്തോടു കൂടിയാണ് ധർമ്മസ്ഥലം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തി സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് ആ ഒരു വ്യക്തി സമൂഹത്തിൽ പ്രയോജനപ്പെടുന്നത്, അല്ലെങ്കിൽ തൻ്റെ ജീവിതം കൊണ്ട് സമൂഹത്തിന് പ്രയോജനം വരുന്ന രീതിയിൽ എങ്ങനെ ജീവിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ആനന്ദജിയിലൂടെ ഇത്രയും നേരത്തെ ഒരു സത്സംഗത്തിലൂടെ കണ്ടത്. അത് നന്നേ ചെറുപ്പത്തിൽ തന്നെ ഒരു ആധ്യാത്മിക ബേസുള്ള ഒരു കുടുംബത്തിൽ ജനിക്കാനും തൻ്റെ അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയും എല്ലാം ഒരു പാരമ്പര്യം തന്നിലൂടെ താൻ പോലും അറിയാതെ സമൂഹത്തിലേക്ക് പ്രകടമാകുന്ന രീതിയിലുള്ള ഒരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ജീവിതം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം രാജ്യസേവനത്തിനായിട്ട് സൈന്യത്തിൽ ചേർന്ന് പ്രവർത്തിക്കുമ്പോഴായിരുന്നാലും അതിനുശേഷം ഉള്ള കർമ്മ മേഖലയിലോട്ടായിരുന്നാലും തൻ്റെ കർമ്മത്തെ ധർമ്മത്തിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്ന രീതിയിൽ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ച. ഒരു ഭക്തൻ എങ്ങനെ വളർന്ന് സമൂഹത്തിന് പ്രയോജനമാകുന്ന രീതിയിൽ മാറണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ആചാര്യ ശ്രീ ആനന്ദജിയുടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ധർമ്മ പ്രവർത്തനം ജീവിതത്തിലുടനീളം ആഴത്തിൽ പൂർണ്ണമായിട്ടും കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന എപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനത്തിൽ ഉണ്ടാവും. അമ്മ അതിനനുഗ്രഹിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഈ ഒരു സത്സംഗത്തിന് അവസരം നൽകിയ അദ്ദേഹത്തിൻ്റെ
അദ്ദേഹത്തിന് മുന്നിൽ കൂടി പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. ഈ ഒരു അവസരം നമുക്ക് നൽകിയതിന് അദ്ദേഹത്തോടുള്ള നന്ദി അർപ്പിക്കുകയാണ്. നമ്മൾ മീ ടു മീ മെഡിറ്റേഷൻ ചാനലിലെ സാധകരോട് നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്? എപ്പോഴും എനിക്ക് പറയാനുള്ള ഒറ്റൊരു കാര്യമേ ഉള്ളൂ. നമ്മുടെ ഭക്തിയാണ് ശക്തി. നമ്മളുടെ ജീവിതത്തിലെ നമ്മുടെ കുട്ടികൾക്ക് ഭക്തിയുടെ അഭൗമമായ തേജസ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചാൽ കുഞ്ഞുങ്ങളുടെ മനസ്സിനുള്ളിലും ദേവതാ സാന്നിധ്യങ്ങൾ കടന്നു വരികയും അവരുടെ ജീവിതം ഉറപ്പായിട്ടും മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ദൈവത്തെയും ഒക്കെ വന്ദിക്കാനുള്ള ഒരു അവസ്ഥയുണ്ടാവുകയും കുടുംബത്തിൽ തന്നെ ഒരു പ്രത്യേകമായ അന്തരീക്ഷം സംജാതമാവുകയും ചെയ്യും. അപ്പോൾ എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനമായ കാരണം ഭക്തി മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ആധാരമായി മാറുന്ന ഒരവസ്ഥയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും കഴിയുന്ന സമയങ്ങളിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ വലിയ ശക്തിയുണ്ട്. എല്ലാ പേർക്കും നന്മകൾ ലോകമാതാവായ മഹാകാളികാദേവിയും ജഗത്പിതാവായ കാലകാലേശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ സത്സംഗത്തിന് ഇവിടെ എത്തിച്ചേർന്ന പൂജനീയരായവരോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്തേ. ഹരി ഓം.